بسم الله الرحمن الرحيم. ഇസ്ലാം ഇലാഹി മതമാണ്. ആശയസമ്പുഷ്ടതയുടെ മൂർത്തഭാവമായ അതിന്റെ നിദർശനങ്ങൾ നിത്യനൂതനമാണ്. ഐതിഹ്യങ്ങളോ പഴംപുരാണങ്ങളോ അല്ല അതിന്റെ അസ്ഥിവാരം. ഹജ്ജത്തുൽ വദാഇൽ സമഗ്രമായി അവതീർണമായ അതിൽ ഭേദഗതിക്കോ കൂട്ടിക്കുറക്കലുകൾക്കോ തെല്ലും സ്ഥാനമില്ല. ഖവാരിജി തീവ്രവാദത്തിന്റെ വാലറ്റക്കാരായ വഹാബികൾ കൊട്ടിഘോഷിക്കും പോലെ അതിൽ വെട്ടലിനോ തിരുത്തലിനോ നവീകരണത്തിനോ സ്ഥാനമർഹിക്കുന്നില്ല. വഹാബിസം ബുദ്ധിശൂന്യതയുടെ വിളനിലമാണോ? തീവ്രവാദത്തിന്റെ തേർനിലവും കൊല്ലും കൊലവിളിയുമായി രംഗത്തുവന്ന വഹാബിസം വിശ്വാസികളെ മതത്തിൽ നിന്നും ശിർക്കിന്റെയും ബിദ്അത്തിന്റെയും പേരുപറഞ്ഞ് ഊരുവിലക്ക് കൽപ്പിക്കുകയായിരുന്നു. അറേബ്യൻ ഉപദ്വീപ് അധീനപ്പെടുത്തി ത്വാഇഫിൽ ഞണനീർ ചാലുകളൊഴുക്കി മസാറുകളും മക്ബറകളും തച്ചുതകർത്ത് ചരിത്രത്തിൽ മാപ്പർഹിക്കാത്ത കൊടും ക്രൂരതയുടെ ഭീകരാധ്യായം രചിച്ച പണ്ഡിതന്മാരെയും സാദാത്തുക്കളെയും അവതരിപ്പിച്ചും വിശുദ്ധ പൈതൃകങ്ങളെ ധിക്കരിച്ചും പുണ്യകർമ്മങ്ങളെ തിരസ്കരിച്ചും പടയോട്ടം നടത്തുന്ന വഹാബിസം കാലാന്തരങ്ങളിൽ ആശയവൈകല്യങ്ങളാൽ മലക്കം മറിയുകയാണോ? പരിഷ്കരണത്തിന്റെ മേമ്പൊടികൾ ചേർത്തോ ഇസ്ലാമിന്റെ തകർച്ച സ്വപ്നം കാണുന്നവരുടെ അച്ചാരം വാങ്ങി ഇസ്ലാമിൽ ഇസ്ലാഹിന് വന്നവർ നിലനിൽപ്പിനായി തങ്ങളുടെ വാദഗതികൾ അനുനിമിഷം മാറ്റിത്തിരുത്തുകയാണോ? ആദർശ വൈകല്യത്തിന്റെ നീർച്ചുഴികളിൽ പെട്ടുയലുന്ന വഹാബിസത്തിന്റെ പൊയ്മുഖങ്ങൾ തുറന്നുകാട്ടാനുള്ള ഒരു വലിയ ശ്രമമാണിത്. തൗഹീദ്, ശിർക്ക്, സുന്നത്ത്, ബിദ്അത്ത് തുടങ്ങിയ അടിസ്ഥാനപരമായ ദീനീ സഞ്ചകൾ എന്താണെന്ന് വഹാബികൾക്ക് ഇപ്പോഴും അറിയില്ല. ആഗോള മുസ്ലിങ്ങളെ വിചാരണ ചെയ്യാനിറങ്ങിയ വഹാബി പാതിരിമാർക്ക് പിഴച്ചുപോയതെവിടെയാണെന്ന അന്വേഷണമാണ് തുടർന്നു വരുന്നത്. ഇവിടെ മുതൽ നിങ്ങളൊന്ന് കേൾക്കൂ. മുസ്ലിമീങ്ങളെ, ആദ്യമായി ഈ സദസ്സിൽ എല്ലാ ചെറുപ്പക്കാരോടും കാരണവന്മാരോടും സ്ത്രീകളോടും ഒന്നാമത്തെ വസിയ്യത്ത് പറയാനുള്ളത്, നമ്മൾ ഓർക്കണം, 5 നേരത്തെ നിസ്കാരത്തിലും നമ്മൾ റബ്ബിനോട് താണുവീണ് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന, ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം, നേരെയുള്ള വഴിയിൽ ഞങ്ങളെ നീ വഴി നടത്തണം അല്ലാഹ്. ആ നേരെയുള്ള വഴി ഏതാണ്? അതാ, അത് പ്രമാണം. ഓരോ മനുഷ്യനും പ്രമാണം നോക്കുന്ന വഴിയല്ല. ഓരോ മനുഷ്യനും പ്രമാണം നോക്കുന്ന വഴിയല്ല. പ്രമാണം നോക്കേണ്ടവർ നോക്കണം, അറിയേണ്ടവർ അറിയണം, അറിയേണ്ടവർക്കതറിയാൻ കഴിയും, നോക്കേണ്ടവർക്ക് നോക്കാൻ കഴിയും, മനസ്സിലാക്കേണ്ടവർക്കത് മനസ്സിലാക്കാൻ കഴിയും. അങ്ങനെ മനസ്സിലാക്കിയ ധാരാളം മഹാന്മാരുണ്ടല്ലോ. അതുകൊണ്ട് സിറാത്തല്ലദീന അൻഅംത അലൈഹിം, അല്ലാഹുവേ, നീ അനുഗ്രഹിച്ച മഹാന്മാർ, ആ മഹാന്മാര് നടന്നു വന്ന വഴി, ആ വഴിയിൽ ഞങ്ങളെ നീ ചേർക്കണം അല്ലാഹ്. മഹാന്മാര് നടന്നു വന്ന വഴി, നീ അനുഗ്രഹിച്ച മഹാന്മാര് നടന്നു വന്ന വഴി, അമ്പിയാക്കൾ നടന്നു വന്ന വഴി, സാലിഹീങ്ങൾ നടന്നു വന്ന വഴി, സുഹദാക്കൾ നടന്നു വന്ന വഴി, സിദ്ദീഖീകൾ നടന്നു വന്ന വഴി, മഹാന്മാര് നടന്നു വന്ന വഴി, ആ വഴിയിൽ ഞങ്ങളെ നീ ചേർക്കണം അല്ലാഹ്. എന്തിനാണ് ഇത് പ്രാർത്ഥിക്കാൻ പറഞ്ഞത്? ആ വഴിയിൽ നിന്നൊരു മനുഷ്യൻ വ്യതിചലിച്ചു പോയാൽ അവൻ എന്ത് പ്രമാണം പറഞ്ഞാലും അവന് പ്രമാണം മനസ്സിലായിട്ടില്ല, അവൻ പ്രമാണം തെറ്റിദ്ധരിച്ചവനാണ്, അല്ലെങ്കിൽ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടവനാണ്, അല്ലെങ്കിൽ അബദ്ധത്തിൽ ചാടിയവനാണ്, അല്ലെങ്കിൽ പിഴച്ചു പോയവനാണ്, അല്ലെങ്കിൽ പിശാചിന്റെ വഞ്ചനയിൽ കുടുങ്ങിയവനാണ്, അല്ലെങ്കിൽ തടീച്ചയ്ക്ക് വഴിപ്പെട്ടവനാണ്, അല്ലെങ്കിൽ കാര്യലാഭത്തിൽ പോയവനാണ്,
ഇത് മനസ്സിലാക്കി നമ്മൾ നമ്മുടെ മുൻഗാമികളായ സാലിഹീങ്ങളായ സജ്ജനങ്ങളായ ഇമാമിങ്ങൾ പഠിപ്പിച്ചു വന്ന വഴി, മുൻഗാമികളായ മഹാന്മാര് പഠിപ്പിച്ചു വന്ന വഴി, വിശ്വാസരംഗത്ത് എന്താണോ കർമ്മരംഗത്ത് എന്താണോ അത് മുറുകെ പിടിച്ച് ജീവിക്കണമെന്ന് മാത്രം ആമുഖമായി അവനവന്റെ ഈമാൻ രക്ഷിക്കാൻ വേണ്ടി, ഈമാനാണല്ലോ ഏറ്റവും വലുത്, അതിനുവേണ്ടി പ്രത്യേകമായി ഞാൻ ഉണർത്തുകയാണ്. ഈ സൽസരണിയിൽ നിന്ന് വ്യതിചലിച്ചവർ പ്രമാണങ്ങളെ ദുർവ്യാഖ്യാനം ചെയ്തു. ഒടുവിൽ ഇസ്ലാമിനെ യഥാർത്ഥ തനിമയോടെ ബോധനം ചെയ്യാൻ സാധിക്കാതെ വന്നവർ അടിസ്ഥാന കാര്യങ്ങളിൽ പോലും എത്തും പിടിയുമില്ലാതെ ഉഴലേണ്ടി വന്നു. തൽഫലമായി ലോക മുസ്ലിങ്ങളെ ഖബറാരാധനയുടെയും വിഗ്രഹാരാധനയുടെയും പേരിൽ ഇസ്ലാമിന് പുറത്തു നിർത്തി ഊറുചുറ്റുന്നതിന്റെ ഒരു ഉദാഹരണം കാണൂ. കഴിഞ്ഞകാല സമുദായങ്ങളായ ജൂത ക്രിസ്ത്യാനികളിൽ അവരെ പറ്റി പ്രവാചകൻ പഠിപ്പിച്ചത് ഇത്തഖദു ഖുബൂർ അംബിയാഇഹിം വസ്വാലിഹീഹിം മസാജിദ, അവരുടെ അംബിയാഇന്റെ അവരുടെ സ്വാലിഹീങ്ങളുടെ ഖബറുകളെ അവർ ആരാധനാ കേന്ദ്രങ്ങളാക്കി മാറ്റി. അതിനാലാണ് അവർ ശപിക്കപ്പെട്ടത് എന്നാണെങ്കിൽ അവരെ കൂടി കടത്തി വെട്ടിക്കൊണ്ട് അവരെ കളപ്പുറത്തേക്ക് കടന്നുകൊണ്ട് അംബിയാഇന്റെയും സ്വാലിഹീന്റെയും മാത്രമല്ല ഏതൊരു മനുഷ്യന്റെ ഖബറും അതേപോലെ മനുഷ്യല്ലാത്തവരുടെ ഖബറും ഖബറല്ലാത്ത സ്ഥലങ്ങളും വരെ ആരാധനാ കേന്ദ്രങ്ങളായി മാറ്റപ്പെടുന്നിടത്താണ് ഇന്ന് മുസ്ലിം സമുദായമുള്ളത്. എന്തെല്ലാം ഏതെല്ലാം നിലയ്ക്കുള്ള കേന്ദ്രങ്ങളാണ് സമുദായത്തിൽ വളർന്നുകൊണ്ടിരിക്കുന്നത്. ഓ മൗലവി, നിങ്ങൾ പറഞ്ഞ ഹദീസിന്റെ അർത്ഥമെന്താണെന്നും അത് ആരെ സംബന്ധിച്ച് പറഞ്ഞതാണെന്നും വിശദീകരിക്കേണ്ടതോ മുൻഗാമികളായ ഇമാമുകളാണോ? ഈ ഹദീസിനെ അവർ സമീപിച്ചതെങ്ങനെയാണെന്ന് പഠിക്കൂ. എന്നാ നിങ്ങൾക്ക് കേൾക്കണോ സഹോദരന്മാരെ? ആ ഹദീസ് വിവരിച്ചുകൊണ്ട് തന്നെ ഫത്ഹുൽ ബാരിയിൽ നിങ്ങൾക്ക് കാണാം, ലമ്മ കാനത്തിൽ യഹൂദു വന്നസറ യസ്ജുദൂന ലിഖുബൂരിൽ അംബിയാഇ, അംബിയാക്കളെ ഖബറുകൾക്ക് യഹൂദി നസാറാക്കൾ സുജൂദ് ചെയ്തപ്പോൾ, തഅളീമൻ ലിസൈനിഹിം അവരെ ബഹുമാനിച്ചിട്ട് സുജൂദ് ചെയ്തപ്പോൾ, വയജഅലൂനഹാ ഖിബ്ലതൻ യതവജ്ജഹൂന ഫിസ്സലാത്തി നഹവഹാ, നിസ്കാരത്തിൽ ഖബറുകളെ അവർ തിരിഞ്ഞു നിസ്കരിക്കുകയും ചെയ്തപ്പോൾ, വത്തഖദൂഹാ ഔസാനൽ അതിനെ അവർ വിഗ്രഹങ്ങളാക്കുകയും ചെയ്തപ്പോൾ, ലഅനഹും യഹൂദികളെ റസൂലുള്ളാഹി ലഅനത്ത് ചെയ്തു. വമനഅൽ മുസ്ലിമീന അൻ മിസ്ലി ദാലിക, അങ്ങനെ ഖബറിലേക്ക് തിരിഞ്ഞ് സുജൂദ് ചെയ്യുകയും ഖബറുകളുടെ സുജൂദ് ചെയ്യുകയും ചെയ്യരുതെന്ന് അല്ലാഹുവിന്റെ റസൂൽ വിരോധിച്ചു. ഫഅമ്മാ മൻ ഇത്തഖദ മസ്ജിദൻ, എന്നാൽ വല്ല വ്യക്തിയും പള്ളി നിർമ്മിച്ചാൽ ഫീ ജിവാരി സാലിഹിൻ, ഒരു മഹാനായ മനുഷ്യന്റെ ഖബറിന്റെ സമീപത്ത് പള്ളി നിർമ്മിച്ചാൽ, വഖസദ തബറുക ബിൽ ഖുർബി മിൻഹു ലതഅളീമ വലഹു വലതവജ്ജുഹ അൻഹു, ആ ഖബറിലേക്ക് മുന്നിട്ട് സുജൂദ് ചെയ്യലല്ല, മറിച്ച് ഖബറിന്റെ സമീപത്തിരുന്നു കൊണ്ട് ബറക്കത്തെടുക്കൽ ഉദ്ദേശിച്ചാൽ ഫലാ യദ്ഖുലു ഫീ ദാലികൽ വഈദ്, അത് റസൂലുള്ളാഹി വിരോധിച്ച ഇനത്തിൽ പെട്ടതല്ല. അപ്പൊ മഹാന്മാരെ മഖബറയുടെ സമീപത്തുള്ള പള്ളികളിൽ ഇരുന്ന് ഇബാദത്തെടുത്ത് ബറക്കത്തെടുക്കുന്നത് റസൂലുള്ളാഹി വിരോധിച്ച വിഷയമല്ല. ബുഖാരിയുടെ സറഹിൽ ഇബ്നു ഹജർ അസ്ഖലാനി തങ്ങൾ അതാ ഇമാം ബൈളാവിയിൽ നിന്നെടുത്ത് ഉദ്ധരിച്ച് വിശദീകരിച്ചു. എന്നാൽ അതിന് പകരം ഇവര് മഹാന്മാരെ മഖ്ബറയുടെ സമീപത്ത് പള്ളി നിർമ്മിച്ചിട്ട് അവിടെ ആരെങ്കിലും ഇബാദത്ത് ചെയ്യുന്നുണ്ടെങ്കിൽ അവരെല്ലാം മുശ്രിക്കാക്കുകയാണ്. എന്നാ സഹോദരന്മാരെ, ലോകത്തെ ഏറ്റവും പ്രശസ്തമായ ഏറ്റവും വലിയ പള്ളി ഒന്ന് മസ്ജിദുൽ ഹറാമല്ലേ, ഒന്ന് മസ്ജിദുൽ നബവിയല്ലേ? ആ മസ്ജിദുൽ ഹറാമിൽ തന്നെ കഅബത്തിന്റെ സമീപത്ത് ആയിരക്കണക്കിന് അമ്പിയാക്കളെ ഖബറുണ്ടെന്ന്, കഅബത്തിന്റെ സമീപത്ത് ആയിരക്കണക്കിന് അമ്പിയാക്കളെ ഖബറുണ്ടെന്ന്. അതാ മുജാഹിദേ, നിങ്ങളെ ഇസ്ലാഹി മാസിക വായിച്ചിട്ട് ഞാനിവിടുന്ന് പ്രസംഗിച്ചില്ലേ, അതിന്റെ പത്രാധിപരല്ലേ സലഫി? ഞാനത് ചോദിച്ചിട്ട് നിങ്ങൾ കാമ എന്ന് മറുപടി പറഞ്ഞില്ലല്ലോ. നിങ്ങളുടെ പത്രത്തിലല്ലേ ഉള്ളത് കഅബത്തിന്റെ ചുറ്റുഭാഗത്ത് ആയിരക്കണക്കിന് നബിമാരുടെ ഖബറുണ്ടെന്ന്. നിങ്ങളതിനെ കുറിച്ച് ഒന്നും മിണ്ടാതെ പോയതെന്തേ സലഫി? നിങ്ങളിവിടെ പ്രചരിപ്പിച്ച പത്രത്തിലല്ലേ അതുള്ളത്? ഇനി ഞാൻ പറയട്ടെ, മദീനത്തെ പള്ളിയുടെ തൊട്ടടുത്ത് തന്നെ 3 മഹാന്മാരുടെ ഖബറല്ലേ? ഒന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മറ്റൊന്ന്
മറ്റൊന്ന് അബൂബക്കർ റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു അൻഹു. അതിനെ ആരും ആരാധിക്കുന്നില്ല കേട്ടോ. അതേ സമയത്ത് ആദരിക്കുന്നുണ്ട് കേട്ടോ. അവിടെ ഫാത്തിഹ ഓതുന്നുണ്ട്, യാസീൻ ഓതുന്നുണ്ട്, അവിടെ നിന്ന് അള്ളാഹിനോട് ദുആ ചെയ്യുന്നുണ്ട്, റസൂലുള്ളാഹിനെ വിളിക്കുന്നുണ്ട്, സങ്കടം പറയുന്നുണ്ട്, തവസ്സുൽ ചെയ്യുന്നുണ്ട്, ബറക്കത്തെടുക്കുന്നുണ്ട്, ദിക്ർ ചൊല്ലുന്നുണ്ട്, സ്വലാത്ത് ചൊല്ലുന്നുണ്ട്. അതൊക്കെ അവിടെ നടക്കുന്നുണ്ട്. ഒരാളും ആരാധിക്കുന്നില്ല കേട്ടോ. നിങ്ങളെ ഭാഷയിൽ മഖ്ബറെ പോയിട്ട് യാസീൻ ഓതിയാൽ അത് ഖബറിന് ആരാധനയാണ്. മഖ്ബറെ പോയി ഫാത്തിഹ ഓതിയാൽ അത് ഖബറിന് ആരാധനയാണ്. അവിടുന്ന് സ്വലാത്ത് ചൊല്ലിയാൽ ഖബറിന് ആരാധനയാണ്. അവിടുന്ന് ദിക്ർ ചൊല്ലിയാൽ ആരാധനയാണ്. അവിടുന്ന് അള്ളാഹിനോട് ദുആ ചെയ്താൽ ആരാധനയാണ്. തവസ്സുൽ ചെയ്താൽ അത് ഖബറിന് ആരാധനയാണ്. ഇത് നിങ്ങളെ പുതിയ മതമല്ലേ മൗലവിമാരെ? ഞങ്ങളെ മതത്തിൽ അങ്ങനെയല്ലല്ലോ ഉള്ളത്. അല്ലാഹുവിന്റെ റസൂൽ തന്നെ ഖബറിനടുക്കൽ ചെന്നിട്ട് ഖബറിലുള്ളവരെ വിളിച്ചിട്ട് സലാം പറയാനല്ലേ പറഞ്ഞത്? അതേ അസ്സലാമു അലൈക്കും അഹ്ലദ്ദിയാരി മിനൽ മുഅ്മിനീന വൽ മുസ്ലിമീൻ. മുസ്ലിമീങ്ങളും മുഅ്മിനീങ്ങളുമായി ഖബറിലുള്ളവരെ എന്നെ ഖബറിലുള്ളവരെ വിളിക്കാൻ പഠിപ്പിച്ചത് റസൂലുള്ളാഹല്ലേ? അത് ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസല്ലേ? എന്നിട്ട് ആ ഖബറിലുള്ളവരുടെ സമീപത്ത് വെച്ച് അല്ലാഹുവോട് പ്രാർത്ഥിക്കണമെന്ന് പഠിപ്പിച്ചതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെയല്ലേ? അവിടുന്ന് ഖുർആൻ എത്ര ഓതിയാലും പുണ്യമാണെന്ന് ഇമാം ശാഫിഈ റഹിമഹുല്ലാഹ് പറഞ്ഞത് ശറഉൽ മുഹദ്ദബിലില്ലേ? ലോകത്ത് മുഴുവൻ ഇമാമീങ്ങളും പറഞ്ഞ കാര്യം നിങ്ങൾ ഖബർ ആരാധനയാണെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ മുസ്ലിമീങ്ങളെ മുശ്രിക്കീങ്ങളാക്കിയില്ലേ മൗലവിമാരെ? കണ്ടോ സഹോദര, ഇതാണ് യാഥാർത്ഥ്യം. ഇതാണ് യാഥാർത്ഥ്യം. പ്രവാചക വചനങ്ങളുടെ യഥാർത്ഥ വിശദീകരണം ഇമാമുകൾ പറഞ്ഞു തന്നിട്ടും നിങ്ങളിങ്ങനെ പുറംതിരിഞ്ഞു നിന്നത് എന്തുകൊണ്ടാണെന്നോ സക്കരിയ മൗലവി തന്നെ പറയുന്നത് കേൾക്കൂ. ഒരു ഹദീസിന് കാണുമ്പോ ഒരൊറ്റ തട്ട് പുറങ്കാലുകൊണ്ട് 13 നൂറ്റാണ്ട് പിന്നിട്ട ഈ സമുദായത്തിൽ ഈ കഴിഞ്ഞ കാലഘട്ടത്തിലെ മുഹദ്ദിസുകളും പണ്ഡിതന്മാരും ഈ ഹദീസിനെ എങ്ങനെയാണ് സമീപിച്ചത് എന്നെങ്കിലും ചിന്തിക്കുവാനുള്ള ഒരു സന്മനസ് ഇവർക്കുണ്ടാകുന്നില്ല എന്ന് ഒരൊറ്റ തട്ടങ്ങോട്ട്. പലതിന്റെയും പേരിൽ ലോക മുസ്ലിങ്ങളെ ഖബറാരാധകരാക്കിയവർ ചില മക്ബറുകളിൽ നടക്കുന്ന അനാചാരങ്ങളെ കൂടി മുസ്ലിം സമൂഹത്തിന്റെ മേൽ അടിച്ചേൽപ്പിക്കുന്നത് കാണൂ. ഇങ്ങനെ ഓരോ രംഗങ്ങൾ കണ്ടോ നിങ്ങൾ ഇപ്പൊ കാണാൻ അജ്മീർ ദർഗയാണ്. ആ അജ്മീർ ദർഗയിൽ തലയിൽ പൂവേന്തിക്കൊണ്ട് ചെന്ന് ആ പൂ അവിടെ സമർപ്പിച്ചുകൊണ്ട് അവിടെ പുഷ്പാർച്ച നിർവഹിക്കുന്ന ഈ നിരക്കുള്ള ആരാധനാക്രമങ്ങൾ പോലും ദീനിന്റെ ഭാഗമായി ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ശൈലി, ഇത് ഏത് ഇസ്ലാമാണ്? ഏത് പ്രമാണം പഠിപ്പിച്ചതാണ്? പുരോഹിതന്മാരല്ലേ ഇതിന് ഉത്തരവാദികൾ? ഇത്തരം മൗലവിമാരുടെ മഹാ കണ്ടുപിടുത്തങ്ങൾ പണ്ഡിത ലോകത്തിനു മുന്നിൽ ചീട്ടുകൊട്ടാരം പോലെ തകരുന്നതാണ് നിങ്ങൾ ഈ കാണുന്നത്. യഹൂദികളും നസ്രാനികളും മഹാന്മാരായ അമ്പിയാക്കളുടെ ജാറം, ആ ജാറത്ത് പോയിട്ട് സുജൂദ് ചെയ്തു കഴിഞ്ഞു. സുജൂദ് ചെയ്യാൻ പാടില്ല, ഒരു ജാറത്തിന് സുജൂദ് ചെയ്യാൻ പാടില്ല, ഒരു സ്ഥലത്തും സുജൂദ് ചെയ്യാൻ പാടില്ല അല്ലാഹുവിനല്ലാതെ. അങ്ങനെ സുജൂദ് ചെയ്തപ്പോൾ ആ സുജൂദ് ചെയ്തവരെ കുറിച്ച് പറയുന്ന സ്ഥലത്ത് പോലും അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ വാചകം നിങ്ങൾ കണ്ടോ? ലഅനല്ലാഹുൽ യഹൂദ വന്നസാറ ഇത്തഖദു ഖുബൂർ അംബിയാഇ മസാജിദ. യഹൂദികൾക്ക് ലഅനത്ത്, നസ്രാനികൾക്ക് ലഅനത്ത്. അവർ അല്ലാഹുവിന്റെ അവരുടെ അംബിയാക്കളുടെ മഖ്ബറകൾ സുജൂദ് ചെയ്യുന്ന സ്ഥലങ്ങളാക്കി. സുജൂദ് ചെയ്യുന്ന സ്ഥലങ്ങളാക്കിയിട്ടും സ്ഥലത്തിന് ലഅനത്ത് പറയുന്നില്ല. പറയുന്നത് എന്താണ്? അവർക്ക് ലഅനത്ത്, ആ പണി ചെയ്തവർക്ക് ലഅനത്ത്. കണ്ടോ ബുഖാരിയുടെ ഹദീസ് കണ്ടോ? ബുഖാരിയുടെ ഹദീസ് കണ്ടോ? ആ സ്ഥലത്തിന് ലഅനത്ത് പറയുന്നില്ല, സുജൂദ് ചെയ്തിട്ടും പറയില്ല. ഒരു കൂട്ടം സുജൂദ് ചെയ്തുകൊണ്ട് സ്ഥലം ലഅനത്തുള്ളതാകോ? അവൻ ലഅനത്തുള്ളവരാവുന്നല്ലാതെ. ഇതുപോലെ മക്ബറകളിൽ പല തോന്നിവാസികൾ നടത്തുന്ന ആളുകളുണ്ട്. ഇവരുടെ കൊണ്ടൊന്നും കുറെ കാണിച്ചില്ലേ? വിചാരിച്ചു കുണ്ടോട്ടി നേർച്ചാൽ പറഞ്ഞ് ഈ സിയാക്കളെ കള്ളത്തരീക്കത്തിലെ ആൾക്കാരെ നേർച്ചയും അതുപോലെ തന്നെ ഏതെങ്കിലും ജാഹിലിങ്ങൾ വടക്കേ ഇന്ത്യയിലോ മറ്റോ ചെയ്യുന്ന പ്രവർത്തനങ്ങളും കൊണ്ടുവന്ന് കാണിച്ചാൽ ശൂന്യവൽക്കൂന്നല്ലേ വിചാരിച്ചത്? എന്നാൽ അങ്ങനെ മക്ബറയിൽ പോയി തോന്നിവാസം ചെയ്താൽ ആ തോന്നിവാസം ചെയ്യുന്നവർക്ക് കുറ്റമൊന്നല്ലാതെ മക്ബറക്കെല്ലാം പോലെ കുറ്റം. അവിടെ എങ്ങനെ തർക്കം പറഞ്ഞു? നിങ്ങൾ കഅബത്തിന്റെ ഉള്ളിൽ വിഗ്രഹങ്ങളെ ആരാധിച്ചിട്ടില്ലേ? അതുകൊണ്ട് കഅബ ലേലത്തിന്റെ കേന്ദ്രമാവോ? ആ വിഗ്രഹത്തിന് ആരാധിച്ച മോശമാവുന്നല്ലാതെ കാലത്ത് നടന്നിട്ടുണ്ട്. അതുകൊണ്ട് കഅബ ശരീഫ് ലേലത്തിന്റെ കേന്ദ്രമാവോ?
എന്താ പോലെ നിങ്ങൾ പറഞ്ഞത്? അല്ലാഹു റസൂൽ കിടക്കുന്ന സ്ഥലം ലായത്തിന്റെ കേന്ദ്രമാണ്, സിദ്ദീഖുൽ വഹ് കിടക്കുന്ന സ്ഥലം ലായത്തിന്റെ കേന്ദ്രമാണ്. എങ്ങനെ ഈ മൗലവിമാരാണ്? സുബ്ഹാനല്ലാഹ്. പിന്നെ ചില ജാറങ്ങളിൽ നടക്കുന്ന ചില ആണ്ടിനോടനുബന്ധിച്ച് നടക്കുന്ന തെറ്റായ പ്രവണതകളുണ്ട്. അത് തെറ്റെന്നേന് അതിലാർക്കും സംശയമില്ല. ഞങ്ങൾ ആരും അതിനെ അംഗീകരിച്ചിട്ടില്ല. ജാറങ്ങളിൽ നടക്കുന്ന ഹറാമുകളുണ്ട്, അല്ലേ? ഗാനമേളകളുണ്ട്. അതുപോലെ തന്നെ പരപുരുഷ സ്ത്രീ പുരുഷന്മാർ തമ്മിൽ ഇടകേറലുണ്ട്, അണികേറലുണ്ട്, കാണലുണ്ട്, തുടലുണ്ട്. പല ഹറാമും നടക്കുന്നുണ്ട്. ഇത് ഞങ്ങൾ മാത്രം പറയുന്നതല്ല. ഇപ്പൊ ഞങ്ങൾ പറയുന്നത് ഞങ്ങളുടെ സമസ്തയുടെ ഉലമാക്കൾ 1950കളിൽ, ഞാനൊന്നും ജനിച്ചിട്ടില്ല, എന്റെ ബാപ്പ ജനിച്ചിരുന്നാവോ, ആ കാലഘട്ടത്തിൽ ഞങ്ങളെ ഉലമാക്കൾ സമസ്തയുടെ പത്രം അൽബയാൻ എന്റെ കൈവശമുണ്ട്. അതിലിത് രേഖപ്പെടുത്തി വെച്ചിട്ടുമുണ്ട്. നോക്കൂ നിങ്ങൾ. അപ്പൊ അതുകൊണ്ട് തന്നെ അറബി മലയാളത്തിലാ സഹോദരന്മാരെ ഇങ്ങനെ ഞാൻ പറയുന്നത് അതൊന്നും ഞങ്ങൾ അംഗീകരിക്കുന്നില്ല. അത് നേർച്ചയെന്ന് മാത്രമല്ല, മുജാഹിദ് സമ്മേളനത്തിൽ ഇങ്ങനെ ആണും പെണ്ണും കൂടി കലർന്നാലും ഞങ്ങൾ അംഗീകരിക്കൂല. ഹറാമെന്നേറല്ലോ, ഉറപ്പല്ലേ? എന്റെ കൈയുണ്ട്, വേണം ഞാൻ കാണിച്ചിറങ്ങിയ സംശയമാണ്. ഈ മുജാഹിദിന്റെ കൂടിക്കലറിൽ ഇപ്പൊ ഞാൻ കാണിച്ചു തന്നുണ്ടല്ലോ, നല്ല മട്ടുണ്ടാവും. ഒന്ന് വെച്ചു കൊടുത്താൽ സംഗതി നല്ലതല്ലേ? മുജാഹിദ് സമ്മേളനം, സങ്കരംകോത്ത് വരുന്ന മുജാഹിദ് സമ്മേളനം. ആ മുജാഹിദ് സമ്മേളനം നമ്മളെ ജാറങ്ങളിൽ ആണും സ്ത്രീകളും പുരുഷന്മാരും കാണുന്ന കഥ പറയും. തെറ്റെന്നാണ്. ഞങ്ങൾ ആരും അത് അംഗീകരിക്കുന്നില്ല, ഹറാമാണ്. ഞാൻ നിങ്ങൾക്കറിയോ, മുജാഹിദിന്റെ തൗഹീദിന്റെ ബൊപ്പക്കുത്തരെ, തൗഹീദിന്റെ ലോഹയോലി ധരിച്ചത്, തൗഹീദിന്റെ ഷർട്ടാണ്, തൗഹീദിന്റെ കുപ്പ, അതുപോലെ തുണിയ, തൗഹീദിന്റെ എല്ലാം തൗഹീദ. ആ തൗഹീദിന്റെ ആൾക്കാരെ കേന്ദ്രത്തിൽ നടന്നതിന്റെ അവസ്ഥയാണ്. നിങ്ങളൊന്ന് വെച്ചു കാണി, ഒന്ന് വെച്ചു കൊടുത്ത വെച്ചില്ലേ? ചങ്ങരംകുളത്ത് ആണുങ്ങളും സ്ത്രീകളും പുരുഷന്മാരും തന്നെ അവിടെ കാണില്ല. ചെമ്പ് വെച്ചിട്ടുള്ള ആ ചെമ്പിന്റെ അരികിൽ കണ്ട കുറെ ആണും പെണ്ണുങ്ങളും. ഇനി കഴിഞ്ഞിട്ടില്ല, ഇനി വേറൊന്ന് വെച്ചു കൊടുത്താൽ ലേഡീസ് ഏജിലുണ്ടാവും. അതിന്റെ അർത്ഥം ആണുങ്ങൾ എന്നല്ല, സ്ത്രീകൾ എന്നാണ് നിങ്ങൾ മനസ്സിലാക്കണം. അവിടെ കുറെ ലേഡീസ് അല്ലാത്ത താടി വെച്ച ലേഡീസിനെ കാണാം. അത് നിങ്ങൾ അന്തം വിടരുത്. മുജാഹിദ് സമ്മേളനത്തിന്റെ സ്പെഷ്യലാ. ലേഡീസ് സ്റ്റേജസ് കാണുമല്ലോ, താടി വെച്ച കുറെ ലേഡീസിന്. അതാണ് താടി വെച്ച ലേഡീസ്. അത് രണ്ടര മൂന്ന് പേരും കാണിച്ചു കൊടുത്ത് ആണും പെണ്ണും പൂളി ഇറച്ചിയും നേരത്തെ പറഞ്ഞില്ലേ, ആ രൂപത്തിലുള്ള കലശി വെച്ചുകൊടുക്കും, വെച്ചുകൊടുക്കും, എല്ലാം വെച്ചുകൊടുക്കും. ഓരോന്നും എല്ലാവരും കാണും. അവിടെ ഈ ചുരുക്കം തോന്നുന്നുണ്ട്. ഞങ്ങൾ ഈ ജാറങ്ങളിൽ മാത്രമേ തോന്നുന്നു ചുരുക്കുള്ളൂ. വെറുതെ എന്നെ കൊണ്ട് പറയിപ്പിക്കണ്ട. അപ്പൊ ഞാൻ പറയുന്നത് വേറെ കുറേണ്ടിന്റെയൊക്കെ അതൊക്കെ തെറ്റാണ്. അത് ജാറങ്ങളിലാണ്. എന്തൊരു ജാറും മുജാഹിദ് അതൊക്കെ മാറ്റി വെക്കുക. നമ്മൾ ഹജ്ജിന് പോണില്ലേ മക്കത്ത് തവാഫ് ചെയ്യുന്നത് സിയാദ് പറഞ്ഞിട്ടുണ്ട്. സൗദിയിലാ വരുന്നത്, എനിക്കറിയാം. നിങ്ങൾക്കറിയോ അവിടെ പോയാൽ തവാഫ് ചെയ്യുന്നത് എങ്ങനെ? നമ്മളൊക്കെ നല്ല വട്ടത്തിൽ ഔറത്ത് മറിച്ച് നല്ല കേരളത്തിൽ നിന്ന് പോകുന്നവരൊക്കെ നല്ല ഇതാണ്. കേരളത്തിൽ നിന്ന് മാത്രമല്ല, വിവരമുള്ള അതേ അവസ്ഥയിൽ വിവരമില്ലാത്ത കുറെ ആളുകൾ അവിടെ വരുന്നുണ്ട്. സ്ത്രീകളെ മറക്കേണ്ട ഭാഗം മറച്ചിട്ടില്ല. ഔറത്ത് കൈ മുഴുവൻ മറക്കാതെ ഇങ്ങനെ തവാഫ് ചെയ്യുന്ന എത്ര ആള്. ഇതൊക്കെ മക്കത്ത് മതിയും. അതുകൊണ്ട് ഇനി മുതൽ തവാഫ് തന്നെ പാടില്ല, ചുരുക്കാണ്, കുപ്പറാണ്, വിധേയത്താന്ന് പറയാൻ പറ്റുമോ? തെറ്റാണത്. തെറ്റുകൾ മാറ്റണം, ശരികൾ നിലനിർത്തണം. ഇതാണ് ഇസ്ലാമിന്റെ സമീപനം. ഇത്തരം കുപ്രചരണങ്ങളിലൂടെ മക്കുബറകളെ നിസ്സാരപ്പെടുത്തുന്നവർക്കോ ലോകത്തിലെ ചില മക്കുബറകൾ കാണാ കാഴ്ചയാവുകയാണിവിടെ. നേരത്തെ പറഞ്ഞല്ലോ, സഹാബത്തെ പൂർവികർ മഹാജിമാമോളോ ഓരാരെങ്കിലും ജാറങ്ങളുണ്ടോ? എല്ലായിടത്തും ജാറുണ്ട്. മുജാഹിദ് 2005 ഇസ്ലാഹ് മാസികയിൽ ഒരു വെല്ലുവിളി വിളിച്ചു. എന്താണെന്നറിയോ? അവർ പറഞ്ഞു, കേരളത്തിലല്ലാതെ ജാറങ്ങളില്ല. ലോകത്തിൽ ലക്ഷക്കണക്കായ പ്രവാചകന്മാർ വന്നു, ഒരു 10 ആളെ ഖബറെങ്കിലും ലോകത്ത് ജാറായിട്ടുണ്ടോ എന്ന് വെല്ലുവിളിച്ചു. ഞങ്ങളതിന് 100 ആളുകളുടെ മഹാത്മാക്കളുടെ ജാറം വെച്ച കാണാ കാഴ്ചകളാണ് ഞങ്ങളതിന് മറുപടിയായി ഇറക്കിയത്. ഇതുവരെ അതിന് പ്രതികരിച്ചിട്ടില്ല, മറുപടി പറയാൻ കഴിഞ്ഞിട്ടില്ല. ഞാൻ ഈ കഴിഞ്ഞ റമദാനിന് ശേഷം കേരളത്തിൽ നിന്ന് ഞങ്ങളൊരു സംഘം ആളുകൾ സയ്യിദ് ഇബ്രാഹിമുൽ ഖലീലുൽ ബുഖാരി തങ്ങളോട് കൂടെ പഞ്ചരാഷ്ട്ര സിയാറത്ത് നടത്തി. അതായത് ഇന്ത്യക്ക് പുറത്തുള്ള സിറിയ, ജോർദാൻ, ഫലസ്തീൻ, അതുപോലെ മിസ്ർ, ഇസ്രയേൽ, ഈ 5 രാഷ്ട്രങ്ങളിൽ പോയപ്പോ സുബ്ഹാനല്ലാഹ് ജാറങ്ങളൊക്കെ അവിടെയുള്ളത് നമ്മുടെ നാട്ടിലൊന്നും ജാറില്ല എന്ന് പറയാം. അവിടെ നമ്മുടെ നാട്ടിലെ ജാറൊക്കെ അവിടുത്തെ ഒരു ജാറിന്റെ ഉള്ളിൽ കൊണ്ടുവയ്ക്കാനുള്ളൂ. ഞാൻ കാണിച്ചു തരാം. നിങ്ങൾ അമ്പിയാക്കളുടെ ജാറങ്ങൾ തന്നെ ഒന്ന് വെച്ചു കൊടുത്ത ബഹുമാനപ്പെട്ട നബിയുല്ലാഹി ശുഐബ് അലൈഹിസ്സലാത്തു വസ്സലാം മഹാനവറുകളുടെ ജാറം വലിയ ജാറാണ്. ഞാൻ പറയല്ല, ഇമാം നബവിയുടെ തഹ്ദീബുൽ അസ്മാഇ വൽ ലുഗാത്തിന്റെ കൈവശമുണ്ട്. ആ തഹ്ദീബുൽ അസ്മാഇ വൽ ലുഗാത്തിൽ ഇമാം നബവി പറയുന്നത് എന്താണ്? അത് ശുഐബ് നബിയുടെ ജാറം ഷാമിലാണ്. മാത്രമല്ല, ആ ഖബറിന്റെ മേലെ വലിയ ജാറമുണ്ട്.
ജനങ്ങളിതാ ബറക്കത്തെടുക്കാൻ വേണ്ടിയും സിയാറത്തിന് വേണ്ടിയും വിദൂര ദിക്കുകളിൽ നിന്ന് വരേക്കും അങ്ങോട്ട് ആളുകൾ വരുന്നുണ്ട്. ആരാത് പറയുന്നത്? ഇമാം നബവി റഹിമഹുല്ലാ തന്റെ തഹ്‌ദീറുൽ അസ്മാഇ വൽ ലുഗാത്ത് എന്ന് പറയുന്ന ഈ കിതാബിൽ വളരെ വ്യക്തമായി എഴുതുക. ഇത് കണ്ടപ്പോൾ എനിക്ക് തോന്നി പുറത്തുനിന്ന ശുഐബ് നബിയുടെ ജാറൊന്ന് കാണണമല്ലോ. ഞങ്ങൾ പോയ പഴയ ഷാമു എന്ന് പറയുന്ന ഒന്ന് വെച്ചുകൊടുത്ത് ശുഐബ് നബിയുടെ ജാറം കണ്ടോ. നബിയുല്ലാഹി ശുഐബ് അലൈഹി സ്വലാത്തു വസ്സലാം. ഇനി നിങ്ങൾക്ക് അവിടെ കാണാം, ഞങ്ങൾ സിയാറത്ത് ചെയ്യുന്നതൊന്നും കാണാം. അതന്നെയാണത്. ഇനി നിങ്ങൾ നോക്ക്, ശുഐബ് നബി മാത്രമല്ല, വേറൊരു ജാറം ബഹുമാനപ്പെട്ട അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ജാറം. അത് ഒമാനിലെ സ്വലാലയിലാണ്. ജാറത്തിന്റെ താഴികക്കൂടാണ്. ഈ ജാറം ഞാൻ ഇവിടെ എവിടെയും കണ്ടിട്ടില്ല. അത്രയ്ക്ക് വലിയ ജാറ. അവിടെ ഖബർ നിങ്ങൾ നോക്ക്, ബഹുമാനപ്പെട്ട അയ്യൂബ് നബിയുടെ ജാറത്തിങ്കിൽ എത്ര ആളുകളാ ദുആ ചെയ്യുന്നത്, എത്രയാണതുള്ളത്. മുജാഹിദ് പറയും കേരളത്തിൽ മാത്രമേ ആളുള്ളൂ. ഇനി നിങ്ങൾ നോക്ക്, ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മഖാമ് ജാറത്ത് നോക്കുമ്പോൾ ഖലീലുല്ലാഹി ഇബ്രാഹിം നബിയുടെ ജാറ എവിടെയാണത്? ഫലസ്തീനിലാണ്. അവിടെ ബോർഡ് ഇപ്പോഴും കാണാം, സയ്യിദുനാ ഇബ്രാഹിമുൽ ഖലീൽ അലൈഹി സ്വലാം എന്ന ബോർഡ് വരെ കാണാം. ഇസ്ഹാഖ് നബിയുടെ ജാറം കാണാം, ബോർഡ് സരിത അവിടെ കാണാം. ഇസ്ഹാഖ് നബിയുടെ ഭാര്യ റഫഖത്ത് റളിയല്ലാഹു അൻഹയുടെ ജാറത്തിന്റെ ബോർഡ് വരെ അവിടെ കാണാം. എത്ര ആളുകൾ മഹാത്മാക്കളുടെ ജാറങ്ങൾ. സഹോദരന്മാരെ, ഇനി നിങ്ങൾക്കറിയണോ, ബഹുമാനപ്പെട്ട മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ജാറം എന്നെ ഹദാദ് ആകർഷിച്ചുപോയി. കാരണം ഫലസ്തീനിലേക്ക് എത്തുന്നതിന് മുമ്പുള്ള ഒരു സ്ഥലത്ത് ആ ജാറം നിങ്ങൾക്കറിയോ സഹോദരന്മാരെ? അത് ഞാനിങ്ങനെ നിന്ന് നോക്കിയപ്പോൾ എന്റെ തലയേക്കാളും നീണ്ടു നിൽക്കുന്നുണ്ട് ആ ഖബർ. എത്രയാണ് ആ ജാറത്തിന്റെ വലിപ്പം എന്നറിയോ? നിങ്ങൾ നോക്കി, അവിടെ കല്ലമല്ലാഹു മൂസാ തക്ലീമാ എന്നൊക്കെ എഴുതി ആയത്ത് കൊണ്ടുള്ള ആ ശീലയും പട്ടും പൊതിയും എന്താ നമ്മൾ പറയാ, തുണിയൊക്കെ വിരിച്ച് നല്ല ഖബർ. അവിടെ ചെന്നപ്പോൾ എനിക്ക് വേറെ അതിലേറെ ഒരു അതിശയം കണ്ടു. എന്താണെന്നറിയോ? അവിടെ ആ ജാറത്തിന്റെ അടികൾ നേർച്ചപ്പെട്ടില്ല. അതാണ് സംഭവം. മുജാഹിദ് പറയും ഇതൊക്കെ ഇവിടെ കേരളത്തിൽ ഇങ്ങനെ മാത്രമേ ഉള്ളൂ. അവിടെ നേർച്ചപ്പെട്ടി നോക്കി, മൂസാ നബിന്റെ മഖാമിന്റെ അവിടെ നേർച്ചപ്പെട്ടി. അതിന്റെ മുകളിൽ എഴുതിച്ചിട്ടുണ്ട് സുന്ദൂഖ് തബർറുആത്ത്, അതായത് സംഭാവന പെട്ടിയാണ്. ഞാൻ ഉടനെ എന്റെ മൊബൈലിലെടുത്ത ഫോട്ടോ ഉള്ളത്. കാരണം എനിക്ക് നിങ്ങൾക്ക് ആവശ്യമുണ്ട്, നമ്മളെ തിരുവനന്തപുരത്തിന് ആവശ്യമുണ്ടാവും, എനിക്കറിയാം. അങ്ങനെ ഞാനത് റെക്കോർഡ് ചെയ്തു. എല്ലാവരും ജാറങ്ങൾ എത്രയാണ് കുറച്ചെന്നല്ല ഞാനത് പറഞ്ഞ സമയം വൈകും. ഒരുപാട് മഹാന്മാക്കൾ, ഇമാമുകൾ, അമ്പിയാക്കളുടെ ജാറം തന്നെ ബഹുമാനപ്പെട്ട യൂശൈ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഇത് കാല മൂസാ ലി ഫതാഹു എന്ന് ഖുർആൻ പറഞ്ഞ ആ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ശിഷ്യരായി കൂടെ കഴിഞ്ഞ യൂശൈ നബി, ആ യൂശൈ നബിന്റെ ജാറം. ദാനിയാൽ നബിയുടെ ജാറം കാണാം. ദാനിയാൽ നബി, മസ്ജിദുൻ നബി ദാനിയാൽ എന്ന ഒരു വലിയ ജാറമുണ്ട്. ആ പള്ളിയിലൂടെ പോയിട്ടാണ് ആ ജാറം. അവിടെ നമുക്ക് കാണാൻ കഴിയും എത്ര ജാറം. അതുപോലെ ജോർദാനിലെത്തിയാൽ 150 യുദ്ധം കഴിഞ്ഞ ജോർദാനിൽ അവിടുത്തെ ഗവൺമെന്റ് വളരെ പ്രാധാന്യത്തിൽ ഇപ്പോഴും അബ്ദുസൈദ് ബിൻ ഹാരിസത്ത് റളിയല്ലാഹു അൻഹുവിന്റെ ജാറം, അബ്ദുല്ലാഹി ബിൻ റബാഹ റളിയല്ലാഹു അൻഹുവിന്റെ ജാറം, അതുപോലെ ജാഫർ ബിൻ അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന്റെ ജാറം, അതൊക്കെ അവിടെ വളരെ ഭംഗിയായി സംരക്ഷിച്ചിട്ടുണ്ട്. ഒരുപാട് ജാറങ്ങളെല്ലാം കൂടി പറയാൻ സമയമില്ല, സമയം വൈകുമെന്നതുകൊണ്ടാണ്. 10ഓളം അമ്പിയാക്കളുടെ ജാറങ്ങൾ ഞങ്ങൾ കണ്ടു. മഹാത്മാക്കളായ സ്വഹാബിയന്മാരുടെ ജാറം നിങ്ങൾക്കറിയോ? അതുപോലെ അശ്റഫുൽ മുബശ്ശരീൻപ്പെട്ട അബൂ ഉബൈദ റളിയല്ലാഹു അൻഹുവിന്റെ ജാറം, മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു, ജസ്റ്റ് ഒന്ന് എല്ലാം വെച്ചു കൊടുക്കും, മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹുവിന്റെ ജാറം, അതുപോലെ തന്നെ അബ്ദുറഹ്മാൻ ബിൻ മുആദ് ബിൻ ജബൽ റളിയല്ലാഹു, എല്ലാ മഹാന്മാക്കളുടെയും മഖ്ബറകൾ, ജാറങ്ങൾ സഹോദരന്മാരെ അവിടെ നമുക്ക് കാണാൻ കഴിഞ്ഞു. ലോകത്തെല്ലായിടത്തുമുണ്ട്. മിസ്രിൽ പോയാലോ വിജ്ഞാനത്തിന്റെ നിറകുടമായി പ്രശോഭിക്കുന്ന ജാമിഉൽ അസ്ഹർ നിലനിൽക്കുന്ന കേന്ദ്രമാണ് മിസ്ർ. അവിടെ നോക്കുമ്പോൾ നേരത്തെ ഇസ്മുൽ ഫഖാബി പറഞ്ഞില്ലേ, അവിടെ ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുവിന്റെ മഖ്ബറ. സുബ്ഹാനല്ലാഹ്, നോക്ക് നിങ്ങൾ, ആ ജാറമാണത്. അതിന്റെ മുകളിലുള്ള ഒരു ഭയങ്കര കുബ്ബ ഇമാം നവവി റഹിമഹുല്ലാ തന്റെ ശറഹുൽ മുഹദ്ദബിന്റെ ആമുഖത്തിൽ പറഞ്ഞു. ആ കുബ്ബയെ കുറിച്ച് പറഞ്ഞു, ബിമാഹു വല്ലായകുൻ ബിമൻസുബിഹീന, ഇമാം ഷാഫിയുടെ സ്ഥാനത്തോട് യോജിക്കുന്ന കുബ്ബയാണ്. അത്ര വലിയ കുബ്ബയും ജാറവും ഇതൊക്കെ ലോകത്ത് ഇപ്പോഴുള്ളതാ. ഇതിപ്പോ അതൊന്നും ഈ കുബ്ബകളൊക്കെ ഉണ്ടാക്കിയിട്ട് നൂറ്റാണ്ടുകൾ കഴിഞ്ഞു. ആയിരക്കണക്കായ, 10,000-കണക്കായ, ലക്ഷക്കണക്കായ ഇമാമുകൾ കഴിഞ്ഞുപോയി. അവരാരെങ്കിലും പറഞ്ഞോ ഇതൊന്നും ശരിയല്ല, അനിസ്ലാമികമാണ്, ഇതൊക്കെ പൊളിക്കേണ്ടതാണെന്ന് പറഞ്ഞോ? പറഞ്ഞിട്ടില്ല. ഇനി ലോകത്താകം പറഞ്ഞാരാ? കേരളത്തിലെ വഹാബികൾ മാത്രമാണ്. അപ്പൊ സഹോദരന്മാരെ, അതില്ലാന്ന് പറഞ്ഞത് ശരിയല്ല. ഇസ്ലാമിൽ ഒരുപാട് പ്രമാണങ്ങളെ കൊണ്ട് സ്ഥിരപ്പെട്ട കാര്യമാണ്. അത് മുസ്ലിം ലോകത്ത് നടക്കുന്ന ആചാരമാണ്. അത് ശിർക്കാണെന്നോ കുഫറാണെന്നോ പറയാനും തെളിയിക്കാനും ആർക്കും കഴിയുന്നില്ല. മക്ബറ വിരോധത്തിലൂടെ മതത്തെ വെട്ടിച്ചുരുക്കിയവർ അള്ളാഹുവിന്റെ മഹാത്മാക്കളായ ഔലിയാഇനു നേരെ കുതിര കയറുന്നതും വാസ്തവം എന്താണെന്നോ
സുന്നികൾ വിശദീകരിക്കുന്നതും ഒന്നിച്ചു കാണൂ. കേരളത്തിലെ ഏതൊക്കെ ഔലിയാക്കന്മാരെ ഇവര് പരിചയപ്പെടുത്തിയോ അതിന്റെ ഒക്കെയും ഏറ്റവും വലിയ ടോപ്പായി ഏറ്റവും വലിയ മുൻപന്തിൽ നിൽക്കാവുന്ന ആളായി ഇവര് പരിചയപ്പെടുത്തിയ താജുൽ ഔലിയ ആരാണ്? വേങ്ങര കോയപ്പാപ്പ. കേരളക്കരയിൽ ജീവിച്ചുപോയ 10,000-കണക്കായ മഹാന്മാർ ഒരുമിച്ച് കൂടിയാൽ ആ മഹാന്മാരുടെ കിരീടമെന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരാളുള്ളത് ആയ വേങ്ങര കോയപ്പാപ്പ. കാണാം നിങ്ങൾക്ക് കോയപ്പാപ്പയുടെ കോലം. ഇതാണ് സഹോദരന്മാരെ കോയപ്പാപ്പ. കണ്ടാൽ തന്നെ അറുക്കുന്ന വെറുക്കുന്ന ഇസ്ലാമിന്റെ ഒരു അടയാളവും കാണാത്ത ഒരു രൂപം അദ്ദേഹത്തെ ആക്ഷേപിക്കുകയല്ല. കാരണം എന്തേ? മാനസികമായ സുഖമില്ലാത്ത ആളാണ്. അതുപോലെ ബഹുമാനപ്പെട്ട വേങ്ങര കോയപ്പാപ്പ ബഹുമാനപ്പെട്ടവരുടെ പ്രവർത്തനം ഇവിടെ ഉദ്ധരിക്കുകയുണ്ടായി. യദബിന്റെ ഹാൽ മജ്ദൂബായി പലപ്പോഴും അറിയപ്പെട്ട മഹാനവറുകൾ തന്റെ ജീവിതത്തിൽ കാണിച്ച പ്രവർത്തിച്ച ആ വിഷയം, അതിന്റെ വിശദീകരണവും വസ്തുതയും എന്താണ് എന്ന് യഥാർത്ഥത്തിൽ നമ്മൾ അറിയുകയില്ല, നമുക്ക് മനസ്സിലാവുകയില്ല. അതിന്റെ പേരിൽ ഒരു മഹാനായി അറിയപ്പെട്ട മനുഷ്യനെ നമ്മളെങ്ങനെയാണ് ആക്ഷേപിക്കുക, നമ്മളെങ്ങനെയാണ് അധിക്ഷേപിക്കുക? വേണമെങ്കിൽ മൗലവിക്ക് അദ്ദേഹത്തോട് വിശദീകരണം ചോദിക്കാമായിരുന്നു മൗലവിമാരായ ആളുകൾ. അല്ലാതെ അദ്ദേഹത്തെ എങ്ങനെയാണ് നമ്മൾ ആക്ഷേപിക്കുന്നത്, എങ്ങനെയാണ് ചോദ്യം ചെയ്യുന്നത്? കാരണം അദ്ദേഹം ഒരു മജ്ദൂബായ ഒരു വലിയാണ് എന്ന്, മഹാനാണ് എന്ന് വിശ്വാസികൾ ഉൾക്കൊള്ളുകയും അംഗീകരിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. ആ വ്യക്തിയെ നിങ്ങൾ എങ്ങനെയാണ് പിന്നെ ചോദ്യം ചെയ്യുന്നത്? വേണമെങ്കിൽ നിങ്ങൾക്ക് അദ്ദേഹത്തോട് നേരിട്ട് ചോദിക്കാമെന്നതല്ലാതെ പരസ്യമായി അദ്ദേഹത്തെ ആക്ഷേപിച്ച് അധിക്ഷേപിച്ചുകൊണ്ട് ചോദ്യം ചെയ്യുന്ന പ്രവണത അതെവിടെ നിന്ന് ലഭിച്ചതാണ്? അത് ഏത് ന്യായീകരണ പ്രകാരമാണ്? മഹാനായ കോയപ്പാപ്പ റളിയല്ലാഹു അൻഹുവിനെ ഭ്രാന്തനാക്കിയ ഇതേ മൗലവി മറ്റൊരു വലിയനെ കാഫിറാക്കി തള്ളുന്നത് കാണൂ. സെക്കൻഡ് ഭാഗത്തേക്ക് പോയാൽ അവിടെ സമാനമായി ഇവർ കൊണ്ടുവന്നത് ഓച്ചറുപ്പാപ്പ എന്ന പേര് പറഞ്ഞ് ദാമോദരൻ എന്ന് പറയുന്ന ഒരു അയ്യപ്പനെയാണ്, ഒരു അമുസ്ലിം സഹോദരനെയാണ്. മുജാഹിദ് മതത്തിലെ മറ്റു മൗലവിമാരും ഒട്ടും പിറകിലല്ല. മഹാനായ മുഹിയുദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹുവിനെ അവഹേളിക്കുന്നത് നിങ്ങളൊന്ന് കേൾക്കൂ. ബഹുമാനപ്പെട്ട അബ്ദുൽ ഖാദിർ ജീലാനിയെ പറ്റി അവർ തള്ളുന്നില്ല എന്ന് പറഞ്ഞ് ആദ്യം കേൾപ്പിക്കുന്നു, തള്ളിയത് ഞാൻ പിന്നെ വായിക്കുന്നു. വെച്ചുകൊടുത്താലേ. നിങ്ങൾ പറയുന്നില്ലേ മുജാഹിദുകൾ അതാ ശൈഖ് ജീലാനിയെ കുറ്റപ്പെടുത്തുകയാണെന്ന്? അല്ല, ഞങ്ങൾ കുറ്റപ്പെടുത്തുകയല്ല. ജീലാനിയുടെ പേരിൽ അപരാധങ്ങൾ കെട്ടിച്ചമച്ചവരെയാണ് ഈ കുറ്റപ്പെടുത്തുന്നത്. എന്നാൽ കേൾക്കണോ, മുജാഹിദിന്റെ അൽമനാറാണിത്. 1980 ജൂലൈ. നിഷേധിക്കാൻ കഴിയോ മൗലവിമാരെ? നിങ്ങൾ എന്താണ് മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹുവിനെ കുറിച്ച് ഈ അൽമനാറിൽ പറഞ്ഞു? ഞാനൊന്ന് വായിച്ചു കേൾപ്പിക്കട്ടെ. നിങ്ങൾക്ക് സ്ക്രീനിൽ വായിക്കുകയും ചെയ്യാം. കേട്ടോളൂ. ലോകത്തുള്ള സകല വിജ്ഞാനങ്ങളും കലകളും ബഗ്ദാദിലേക്ക് ഒഴുകുന്ന കാലമായിരുന്നു അത്. ഇന്ത്യയിൽ നിന്നും പല വിജ്ഞാനങ്ങളും തത്വശാസ്ത്രങ്ങളും അക്കൂട്ടത്തിൽ ഒലിച്ചു വന്നതിൽ വഹദത്തുൽ വജൂദ്, അദ്വൈതം, ശൈഖ് അബ്ദുൽ ഖാദിറിനെ വല്ലാതെ ആകർഷിച്ചു. യാതൊന്നു കാണുവതു നാരായണ പ്രതിമ, യാതൊന്നു കേൾക്കുവതു നാരായണ ശ്രുതിമ, യാതൊന്നു ചൊല്ലുവതു നാരായണായ നമ. വഹദത്തുൽ വജൂദിന്റെ ചെറിയൊരു നിർവചനം മേൽക്കൊടുത്തതിൽ നിന്ന് ലഭിക്കും. ശ്രീ ശങ്കരാചാര്യരുടെ ഈ തത്വശാസ്ത്രം ശൈഖിന്റെ ചിന്തയിൽ സ്ഥലം പിടിച്ചു. മുഹീദ്ദീൻ ശൈഖിനെ പറ്റി പറയാണ്, ശ്രീ ശങ്കരാചാര്യരുടെ ഈ തത്വശാസ്ത്രം ശൈഖിന്റെ ചിന്തയിൽ സ്ഥലം പിടിച്ചു. മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹുവിനെ കുറ്റം പറയാണ്. സർവ മഹാത്മാക്കളെയും ചോദ്യം ചെയ്യാനും തരം താഴ്ത്താനും ഒരുമ്പെട്ടവർ ഒടുവിൽ അള്ളാഹുവിന്റെ റസൂലിനെ ചോദ്യം ചെയ്യാനൊരുങ്ങുന്നത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കൂ. ചോദ്യം ചെയ്യപ്പെടാത്തവൻ പടച്ചവൻ മാത്രമാണ്. വേറെ ആര് ചെയ്താലും ചോദിക്കണം എന്തിനാണ്? ആര് ചെയ്താലും ശരി. അതല്ല, നിങ്ങൾ ചോദ്യം ചെയ്യാതെ കണ്ട് ഒരുത്തരെ അന്ധമായി നിങ്ങൾ അനുകരിക്കുന്നുവെങ്കിൽ അവന് ദിവ്യത്വം കൽപ്പിച്ചു എന്നതിന്റെ അർത്ഥം. അവൻ ദൈവമാക്കിയിരിക്കുന്നു നിങ്ങൾ. അത് ആര് ചെയ്താലും ചോദിക്കണം. മുഹമ്മദ് നബി തന്നെയാണല്ലോ ഏറ്റവും അടുത്തത്. മുഹമ്മദ് നബി ചെയ്താലും ചോദിക്കണം എന്തിനാ ചെയ്തത്. കാരണം മുഹമ്മദ് നബി മനുഷ്യനാണ്. മനുഷ്യൻ നിലക്ക് ചെയ്തതാണെങ്കിൽ മനുഷ്യൻ നിലക്ക് നമുക്കും ചില അഭിപ്രായങ്ങൾ ഉണ്ടാവും. വേറെ സുബ്ഹാനല്ലാഹ്,
മൗലവിമാരെ നിങ്ങൾ ധിക്കാരത്തിന്റെ ആൾരൂപങ്ങളാണ്, കാപട്യത്തിന്റെ ആൾരൂപങ്ങളാണ്. വിശ്വാസിയായ ആണും പെണ്ണും ചെയ്യാൻ പാടില്ലാത്ത സംഗതിയാണ്. ഇതാ ഖലല്ലാഹു വറസൂലുഹു അംറൻ അയ്യകൂന ലഹുൽ ഖിയറതു മിൻ അംരിഹിം. അല്ലാഹു തആല ഒരു തീരുമാനം പറഞ്ഞാൽ, അല്ലാഹുവിന്റെ റസൂൽ ഒരു തീരുമാനം പറഞ്ഞാൽ അത് ചോദ്യം ചെയ്യുന്നവൻ മാപ്പിളയല്ല, അത് ചോദ്യം ചെയ്യുന്നവൻ മുഅ്മിനല്ല, അത് ചോദ്യം ചെയ്യുന്നവൻ മുനാഫിഖാണ്, അത് ചോദ്യം ചെയ്യുന്നവൻ മുസ്ലിമിന്റെ പുറത്താണ്. വമൻ യഅസില്ലാഹ വറസൂലഹു ഫഖദ് ളല്ല ളലാലൻ ബഈദാ. അല്ലാഹുവിന്റെ റസൂൽ ഒരു കാര്യം പറഞ്ഞിട്ട് അത് ശരിയല്ലെന്ന് പറഞ്ഞു ആ നിലപാടിനെതിരെ പറഞ്ഞ ധിക്കാരിയുണ്ടല്ലോ, അവൻ വ്യക്തമായ വഴികേടിലാണ്. ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ചോദ്യം ചെയ്യാനിറങ്ങിയവർ അവിടുത്തെ പേരിലുള്ള സ്വലാത്തിനെ പച്ചയായി പരിഹസിക്കുന്നത് കാണൂ. ഈ ദുശ്ചേദിക്കും രണ്ടറ്റമുണ്ടാക്കി സാധുക്കളായ മുജാഹിദ് വർഗത്തെ കബളിപ്പിക്കാൻ വരുന്ന അരമൗലവിയെ ഒന്നുകൂടി നിങ്ങൾ കാണൂ. യഥാർത്ഥത്തിൽ എന്താണ് കേവി അവിടെ പറഞ്ഞത്, എന്താ അദ്ദേഹം ഉദ്ദേശിച്ചത്? ഒന്നും വേണ്ട, ആ ഇട്ട കഷ്ണം ഒരൽപ്പം പിറകിൽ നിന്നും ഒരൽപ്പം മുന്നിൽ നിന്നുമായി കേട്ടാൽ തന്നെയും അതിന്റെ യാഥാർത്ഥ്യം എന്താണ് എന്ന് ആളുകൾക്ക് ബോധ്യമാകും. സ്വലാത്തിനെ പരിഹസിക്കാനല്ല, മറിച്ച് സ്വലാത്തിനെ പരിഹസിക്കുന്നവരെ തുറന്നു കാണിക്കുകയും ശരിയായ സ്വലാത്ത് എന്താണ് എന്ന്, അതിന്റെ മഹത്വം എന്താണ് എന്ന് സമുദായത്തെ പഠിപ്പിക്കുകയും ചെയ്യാൻ അദ്ദേഹം നടത്തിയ പ്രസംഗത്തിൽ ആ ഏറ്റവും പ്രസിദ്ധമായ 3 മിനിറ്റിൽ നിന്നാണ് 5 സെക്കൻഡോളം അവര് മുറിച്ചെടുത്തത് എന്നതാണ് വസ്തുത. ആ യാഥാർത്ഥ്യം അദ്ദേഹത്തിന്റെ ആ പ്രസംഗത്തിന്റെ ആ ഒരു വശം 2-3 മിനിറ്റ് തികച്ച് നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. എന്നിട്ട് ഈ ആളുകള്, സാധാരണക്കാര്, ആത്മാർത്ഥതയുള്ള ബുദ്ധിയില്ലാത്ത മനുഷ്യന്മാര്, അവര് തീരുമാനിക്കട്ടെ ഇതിൽ അപാകതയുണ്ടോ, ഇതിൽ അബദ്ധമുണ്ടോ എന്ന് ശ്രദ്ധിക്കാൻ. നിങ്ങൾ അല്ലാണ്ട് നബിയുടെ പേരിൽ സലാത്തിൽ തെറ്റാണോ? അങ്ങനെ മുജാഹിദുകൾ പറയുന്നുണ്ടോ? ഇല്ല. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറയാത്ത ഒരു പ്രാസംഗികനും ഇവിടെ ഉണ്ടാവില്ല. പ്രവാചകന്റെ പേര് പറയുമ്പോൾ ആ പേര് കേട്ടിട്ട് സലാത്ത് ചെല്ലാത്തവൻ മുജാഹിദല്ല. പോരെ, പിന്നെ എങ്ങനെ വെല്ലിക്കൂല നിങ്ങള്? ഞാനിങ്ങനെ പ്രസംഗിച്ച് കുഴങ്ങുമ്പോ എന്താണ് നിങ്ങൾ സലാത്ത് ചെല്ലാത്ത ഇതുവരെ ചെല്ലാത്തതിന് ഫൈന് വിളിച്ചുകൊണ്ട് 10 സലാത്ത് സല്ലല്ലാ എന്നുകൊണ്ട് ഞാൻ ഓണാക്കിയിട്ട് ഇവിടെ കുത്തുന്നു. ഞാൻ എന്ത് ചെയ്യാ? ചായയും ദശമൂലായിട്ടും ഒക്കെ കുടിക്കുക. നിങ്ങൾ ഇങ്ങനെ മുഹമ്മദ് അത് ചെയ്യിക്കുക. അത് ചെല്ലാത്തോട്ടാണ് എന്ത് ചെയ്യുന്നത്? സലാത്തില്ല എന്ന് പറഞ്ഞു കേട്ടോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ എന്താ അറിയോ? മൻ സല്ല അലയ്യ വാഹിദത്തൻ, ഒരാൾ എന്റെ പേരിൽ ഒരു സലാത്ത് ചെല്ലിയാൽ സല്ലല്ലാഹു അലൈഹി ബി അസ്റാബൻ 10 നന്മ അള്ളാഹു അനുഗ്രഹമായി നൽകും. ഒരു പ്രാവശ്യം നബിന്റെ പേര് സലാത്തില്ല. ഇനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു അൽ ബഖീലു മൻ ദുകിറത ഇൻദഹു ഫലൻ യുസല്ലി അലയ്യ. ഒരു ആളുടെ പേരിൽ എന്റെ പേര് ഒരാളുടെ മുമ്പിൽ പറഞ്ഞിട്ട് അവൻ സലാത്ത് ചെല്ലിയിട്ടില്ലെങ്കിൽ അവൻ പിശുക്കനാണ്. ഇനി എന്താ കേൾക്കേണ്ടത്? ക്ലിപ്പിന്റെ രണ്ടറ്റമൊട്ടിച്ചാൽ മറുപടിയായി എന്ന് ധരിക്കുന്ന മൗലവി നിങ്ങൾ കാണിച്ച വിശദീകരണം വീണ്ടും വഹാബി പാളയത്തെ തിരിഞ്ഞു കുത്തുകയാണിവിടെ. കേൾക്കൂ അതിലെ ഒന്നാമത്തെ വിഡ്ഢിത്തം. അല്ലാണ്ട് നബിയുടെ പേരിൽ സലാത്തിൽ തെറ്റാണോ? അങ്ങനെ മുജാഹിദുകൾ പറയുന്നുണ്ടോ? ഇല്ല. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറയാത്ത ഒരു പ്രാസംഗികനും ഇവിടെ ഉണ്ടാവില്ല. പ്രവാചകന്റെ പേര് പറയുമ്പോൾ ആ പേര് കേട്ടിട്ട് സലാത്ത് ചെല്ലാത്തവൻ മുജാഹിദല്ല. പോരെ. ഓ മൗലവി, എങ്കിൽ നിങ്ങളും മുജാഹിദല്ല. കാരണം നിങ്ങളിപ്പോൾ ചൊല്ലിയ സ്വലാത്ത് ലോകത്ത് ഒരു ഹദീസിലും കാണാൻ കഴിയില്ല. നിങ്ങളുടെ നേതാക്കന്മാർ ഇത്തരം ഹദീസിൽ വരാത്ത സ്വലാത്തുകളെ എങ്ങനെയാണ് സമീപിക്കുന്നതെന്നും എന്താണതിന്റെ മറുപടിയെന്നും ഒന്നിച്ചു കാണൂ. സ്വലാത്തിനെ സംബന്ധിച്ച് സ്വലാത്തൊരു ഇബാദത്താണ്. അള്ളാഹുവിന്റെ റസൂല് കാണിച്ചു തന്നതല്ലാത്ത ഒന്ന് നമ്മളെ വകയായിട്ട് പുതിയ സ്വലാത്ത് ഉണ്ടാക്കാൻ പാടില്ല. റസൂല് കാണിച്ചു തന്ന സ്വലാത്തല്ലാതെ ഒന്നും ചെല്ലാൻ പാടില്ല. നമ്മൾ ചെല്ലുന്ന സ്വലാത്ത് ഹദീസിന്റെ കിതാബിൽ ഉണ്ടാവണം എന്നാ മൗലവി പറയുന്നത്. ഇയാളിത് പറഞ്ഞപ്പോ സുന്നി പ്രസംഗകന്മാർ ഇതിനെ ചോദ്യം ചെയ്തു. ശാലിയത്ത് ഞാനും അയാളുമായി 4 തവണ ഖണ്ഡന പ്രസംഗം നടത്തിയപ്പോ ഞാൻ മുജാഹിദ് മൗലവിമാര് ചൊല്ലുന്ന സ്വലാത്തുകൾ വെച്ചുകൊണ്ട് പറഞ്ഞു, ഇത് ഏത് സ്വലാത്തിന്റെ ഗ്രന്ഥത്തിലാ ഉള്ളത്, ഹദീസിന്റെ കിതാബിലാ ഉള്ളത്, കാണിച്ചു തരണം. മുജാഹിദിന്റെ നേതാവ് AP അബ്ദുൽ ഖാദർ മൗലവി ചെല്ലുന്ന സ്വലാത്ത് കേട്ടോളൂ നിങ്ങൾ.
അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസല്ലല്ലാഹു വസല്ലം അലാ നബീന മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. കണ്ടോ, ഇത് ഏത് ഹദീസിന്റെ കിതാബിലാണുള്ളത്? കാണിച്ചു തരണം അടുത്ത പ്രസംഗത്തിൽ എന്ന് പറഞ്ഞു. കഴിഞ്ഞില്ല. ടി പി അബ്ദുള്ള കോയ മദനി സംസ്ഥാന പ്രസിഡന്റാണ്. അയാൾ ചെല്ലുന്ന സ്വലാത്ത് കേട്ടോളൂ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ഈ സലാത്ത് ഏത് ഹദീസിന്റെ കിതാബിലുണ്ട്? ഞങ്ങൾ ചോദിച്ചു, മറുപടി ഉണ്ടായില്ല. നിങ്ങൾ കേട്ടോളൂ. ഇനി സക്കരിയ സലാഹി തന്നെ ചെല്ലുന്ന സലാത്ത് കേട്ടോളൂ. വസല്ലല്ലാഹു അലാ നബിയിനാൽ മുസ്തഫ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ഈ സലാത്ത് ഏത് ഹദീസിന്റെ കിതാബിലാണുള്ളത്? ഞങ്ങളങ്ങോട്ട് ചോദിക്കാൻ തുടങ്ങിയപ്പോ ഇയാൾ പൊറുതി മുട്ടി. ഒരു പ്രാവശ്യം അയാൾ മുങ്ങി, മറുപടി പറഞ്ഞില്ല, വിട്ടില്ല. പിന്നെ വീണ്ടും ചോദ്യം ചെയ്തു. അപ്പൊ അവസാനം വെച്ചിട്ട് അദ്ദേഹം ഇതുവരെ മുജാഹിദുകൾ പറഞ്ഞിരുന്ന വാദം മാറ്റുന്നു. അത് പ്രശ്നമില്ല, സ്വലാത്ത് ഏത് ഭാഷയിലും ചൊല്ലാം, ഏത് രൂപത്തിലുമാവാം. ആരാ പറയുന്നത്? മുജാഹിദ് നേതാവ് സക്കരിയ സലാഹി അവിടെ വെച്ച് കുമ്പസരിക്കുന്നു. കേട്ടോളൂ, അയാൾ പറയട്ടെ. ഇത് ഏത് ഭാഷയിലും ആകാം. ഒരാൾക്ക് മലയാളത്തിൽ പറയണം, അല്ലാഹുവേ റസൂലുള്ളാഹിക്ക് സമാധാനം നൽകണേ, റസൂലുള്ളാഹിക്ക് അനുഗ്രഹം ചെയ്യണേ എന്ന് മലയാളത്തിൽ പറഞ്ഞാൽ അതൊരു സ്വലാത്ത് തന്നെയാണ്. ഒരു തെറ്റില്ല അതില്. ഏത് ഭാഷയിൽ ഉപയോഗിക്കാം. പിന്നെ ഒരാൾ അങ്ങനെ സ്വലാത്തിന്റെ കൂട്ടത്തില് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഞങ്ങൾക്ക് ഹിദായത്തിന് കാരണക്കാരനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തിന് നീ സ്വലാത്തും സലാമും നൽകണേ, അദ്ദേഹത്തെ നീ അനുഗ്രഹിക്കണേ, അദ്ദേഹത്തെ ഞങ്ങളോടൊപ്പം സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടണേ, അദ്ദേഹത്തോടൊപ്പം ഞങ്ങളെ നീ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടണേ. അങ്ങനെയൊക്കെ ഒരാൾ പറഞ്ഞ അതിലൊക്കെ സ്വലാത്തിന്റെ വചനങ്ങളുണ്ട്. ഒരു പ്രശ്നമല്ല. അപ്പൊ ഏത് പദം ഉപയോഗിച്ചുമാകാം. അള്ളാഹുവിന്റെ റസൂല് കാണിച്ചു തന്നതല്ലാത്ത ഒന്ന് നമ്മളെ വകയായിട്ട് പുതിയ സലാത്ത് ഉണ്ടാക്കാൻ പാടില്ല. ഇത് ഏത് ഭാഷയിലും ആകാം. ഒരാൾക്ക് മലയാളത്തിൽ പറയണം, അല്ലാഹുവേ റസൂലുള്ളാഹിക്ക് സമാധാനം നൽകണേ, റസൂലുള്ളാഹിക്ക് അനുഗ്രഹം ചെയ്യണേ എന്ന് മലയാളത്തിൽ പറഞ്ഞാൽ അതൊരു സ്വലാത്ത് തന്നെയാണ്. ഒരു തെറ്റില്ല അതില്. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പരാമർശിക്കുമ്പോൾ വസ്തുതക്ക് നിരക്കാത്ത പരാമർശങ്ങളൊന്നും അതിലുണ്ടാകാൻ പാടില്ല. അതുപോലെ തന്നെ റസൂലുള്ളാഹിനെ പ്രശംസിക്കുമ്പോൾ അതിന് വിട്ട പ്രശംസകൾ ഉണ്ടാകാൻ പാടില്ല. ഇതാണ് അതിലെ തത്വം. കണ്ടോ? അപ്പോൾ കുഴപ്പമില്ല, ഏത് ഭാഷയിലുമാവാം. അതായത് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞ ഹദീസിന്റെ കിതാബിലുള്ളത് തന്നെ ആയിക്കൊള്ളണമെന്നില്ല. കേട്ടോളൂ നിങ്ങൾ. മുജാഹിദ് നേതാവാണ് ഈ പറയുന്നത്. അയാൾ വാദം മാറ്റുന്നു. ഞങ്ങളെ വക പറഞ്ഞാൽ അയാൾ വാദം മാറ്റിയതാണ്. എന്താ വാദം മാറ്റാൻ കാരണം? അത് അയാൾ തന്നെ പറഞ്ഞത് കേൾക്കാം. ഉത്തരം മുട്ടിയപ്പോ വാദം മാറ്റി. കേട്ടോളൂ, അയാൾ തന്നെ പറയട്ടെ. ഉത്തരം മുട്ടിയപ്പോ വാദം മാറ്റേണ്ടി വന്നു. ഉത്തരം മുട്ടിയപ്പോ വാദം മാറ്റേണ്ടി വന്നതാണത്. ഇനി കേൾക്കൂ നേരത്തെ പറഞ്ഞതിലെ രണ്ടാമത്തെ വിവരക്കേട്. പിന്നെ എങ്ങനെ വെല്ലിക്കൂല നിങ്ങള്? ഞാനിങ്ങനെ പ്രസംഗിച്ച് കൊയങ്ങുമ്പോ എന്താണ് നിങ്ങൾ സലാത്ത് അല്ലാത്ത ചെല്ലാത്തത് വരെ ചെല്ലാത്തതിന് ഫൈന് വിളിച്ചുകൊണ്ട് 10 സലാത്ത് സല്ലല്ലാ എന്നുകൊണ്ട് ഞാൻ ഓണാക്കിയിട്ട് ഇവിടെ കുത്തും. ഞാൻ എന്ത് ചെയ്യാ? ചായയും ദശമൂലാറ്റും ഒക്കെ കുടിക്കുക. നിങ്ങൾ ഇങ്ങനെ മുഹമ്മദ് അത് ചെയ്യിക്കുക. അത് ചെല്ലാത്തോട്ടാണ് എന്ത് ചെയ്യുന്നത്? സലാത്തില്ല എന്ന് പറഞ്ഞു കേട്ടോ. സ്വലാത്തിനെ എരപ്പാക്കുന്ന ഈ ശൈലി സുന്നികൾ എവിടെയാണ് സ്വീകരിച്ചതോ, സുന്നികൾ ചൊല്ലുന്ന സ്വലാത്തോ എങ്ങനെയാണെന്നതിന് ഒരു ഉദാഹരണം മാത്രം ഇവിടെ കാണൂ. ഒരു 10 സലാത്ത് റസൂലുള്ളാഹിനെ വിളിച്ചില്ല. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം 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 സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം
സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം اللهم صل على محمد يا ربي صل عليه وسلم وصل على جميع الأنبياء والمرسلين. കഴിഞ്ഞില്ല. മൗലവി പറഞ്ഞ രൂപത്തിൽ പ്രസംഗത്തിനിടയിൽ അരിഷ്ടവും മറ്റും കഴിക്കുന്നവർ എവിടെയാണുള്ളതെന്നോ ഒരൽപ്പം കൗതുകത്തോടെ ശ്രദ്ധിക്കൂ. അല്ല, ഇനി ഞങ്ങൾക്ക് കിട്ടണ വല്ലാതെ സുന്നികൾക്ക് കോഴിയും മാടും ഒക്കെ എപ്പോഴും കിട്ടുന്നത് കൊണ്ടാ എന്നാ അതിന്റെ പേരിൽ മുജാഹിദാകണ്ട. ഇത് KNM പ്രസിദ്ധീകരിച്ച പുസ്തകമാണ്. ഞാൻ അതുകൂടി കേൾപ്പിച്ച. ഇതാരാ? വെട്ടം അബ്ദുള്ള ഹാജി എന്ന് പറയുന്ന ആളാ. ഇയാളെ കഥ അങ്ങനെ പറഞ്ഞാലുണ്ടല്ലോ, വിശദീകരിക്കാൻ സമയമില്ല. ഇത് കേരളത്തിലെ കേരള നജുവത്തുൽ മുജാഹിദീൻ മുജാഹിദ് സെന്ററിൽ നിന്ന് പ്രസിദ്ധീകരിച്ചിട്ടുള്ള പുസ്തകം. വളരെ ഷറഫുള്ള ഒരു സാധനമാണ്. നിങ്ങൾ കരുതിയ മാതിരിയൊന്നല്ല. ആ പുസ്തകത്തിൽ പറയുന്നത് എന്താണെന്നറിയോ നിങ്ങൾ? ഇത് മുജാഹിദിന്റെ വലിയ നേതാവായിരുന്ന വെട്ടം അബ്ദുള്ള ഹാജി, കൂട്ടായി അബ്ദുള്ള ഹാജി, അതുപോലെ തവള ഹാജി, ഇങ്ങനെ പല പേരിലും അറിയപ്പെടുന്ന ആളാണ്. അന്ന് എന്നോട് കൂടുതൽ ചോദിക്കരുത്. അയാളെ ഇത് പറയാണ്. എന്താ? അയാൾക്കുള്ള പോലീസാണ്. മൂപ്പര് വയലിന് പോകുന്നതിന്റെ മുമ്പും നന്നായി തിന്നും, കഴിഞ്ഞ് വന്നതിന് ശേഷവും നല്ല വണ്ണം തിന്നണം എന്നാണ് മൂപ്പർക്ക്. മൂപ്പര സ്ഥിതിയാണ്. മുജാഹിദിന്റെ ഒരു പ്രബോധകന്റെ ഗുണാണ് ഇപ്പൊ പറഞ്ഞത്. ഏറ്റവും വലിയ നേതാവ് വയലിന് പോണതിന് മുമ്പ് മൂപ്പർക്ക് നല്ലോണം തിന്നണം, കഴിഞ്ഞ് വന്നതിന്റെ ശേഷം തിന്നണം. നമ്മളൊക്കെ സ്ഥിതി എന്താ? ഇപ്പൊ ഞങ്ങളും വെളുക്കല്ലേ പറയുള്ളൂ. നിങ്ങളോട് പറഞ്ഞിട്ട് സങ്കടം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. നേരെ വരിക, സ്റ്റേഡിയമൊക്കെ സ്വാഗതം പറഞ്ഞ് ചായ ഉണ്ടാക്കിച്ചിട്ട് നേരെ വേഗം കയറിയ സ്വാഗതം പറയാം, നന്ദി പറയാം, പ്രസംഗം തുടങ്ങാം. കഴിഞ്ഞിട്ട് പോകുമ്പോൾ ഭക്ഷണം ഉണ്ടായി കിട്ടും. ഫലില്ലാഹിൽഹംദ് അല്ലേ? ഇയാൾക്ക് അങ്ങനല്ല. വാതിന് പോകുന്നതിന് മുമ്പ് തിന്നണം, കഴിഞ്ഞു വന്നതിന് ശേഷവും നല്ല വണ്ണം തിന്നണം. ഇതുപോലെ മൂപ്പര മൗലിദ, മൂപ്പര മദ്ഹ. കഴിഞ്ഞിട്ട് ഞാൻ തുടങ്ങണുള്ളൂ. ഇനി നിങ്ങൾ കേട്ടോളി. അങ്ങനെ മൂപ്പര പരിപാടി എന്താ? മൂപ്പര് പ്രസംഗിക്കുക. പിന്നെ ഇത് വാതിന് മുമ്പുള്ള തീറ്റ, പിന്നെ ശേഷമുള്ള തീറ്റ, പിന്നെ വാതിൽ തുടങ്ങുമ്പോഴുള്ള പരിപാടി എന്താ? വാതിൽ അല്ല, ഹാജി പ്രസംഗം തുടങ്ങി. മുമ്പിൽ തന്നെ ചെറിയൊരു ഡെപ്പിയുണ്ട്. അതിൽ ലേഹ്യമാണ്. ഏത്? മൗലവി ലേഹ്യമാണ്. ലേഹ്യം കടാര കൊണ്ടാണ് തോണ്ടി തിന്നുന്നത്. അപ്പൊ കടാര കൊള്ളണ ഏതാണ്? ഡെപ്പിയാണ്. ചില്ലറ ഡെപ്പിയൊന്നല്ല. അതിന് കടാര കൊണ്ട് ഇങ്ങനെ ലേഹം തിന്നാ പിന്നെ ആ വഴിക്ക് വല്ല ഒരു സംശയം ചോദിക്കാൻ വരുമോ? ഇവിടെ ചിന്തിച്ചോക്കെ. മുജാഹിദിന്റെ ഒരു ദൈവത്തിന്റെ ശൈലിയാണിത്. കടാര കൊണ്ടാണ് തോണ്ടി തിന്നുന്നത്. പ്രസംഗത്തിനിടയിൽ ഇടയ്ക്കിടെ ഹാജി ലേഹ്യം തിന്നുന്നത് കൗതുകത്തോടെ നോക്കി തിന്നു. ഈ എഴുതിയ ആള് പറയാം. എനിക്ക് കൗതുകം തന്നെയല്ലേ? പാല് വരും കിടക്ക് ഞാൻ ഇതൊക്കെ വെച്ചിട്ടാണ് കടാരോട്ട് കിടത്ത് തിന്നങ്ങളൊക്കെ പാടെ നോക്കി തിന്നൂലെ. അങ്ങനെ അത് കഴിഞ്ഞിട്ടില്ല, തുടങ്ങിയിട്ടില്ല. അങ്ങനെ മൂപ്പര് തുടങ്ങുമ്പോ അതിന് അതൊക്കെ ലേഹം, അതൊരു കാര്യമാക്കേണ്ട വലിയൊരു കുപ്പിയിലുള്ള ഒരു ലേഹമാണ്. അത് കഴിഞ്ഞാൽ പിന്നെ മൂപ്പർക്ക് വേറൊരു തീറ്റ ഉണ്ട്. എന്താ തീറ്റ? ഇതൊക്കെ മുജാഹിദ് എഴുതിയതാണ്, ഞാൻ എഴുതിയതല്ല. മുജാഹിദ് മൗലവി പ്രസംഗിക്കൽ സ്റ്റേജിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മുഴുനീളത്തിൽ നടന്നുകൊണ്ടാണ് അദ്ദേഹം പ്രസംഗിച്ചിരുന്നത്. അതായത് നിന്റെ മാതിരി ഇങ്ങനെ നിന്നിട്ടൊന്നല്ല. മൂപ്പര് ഇവിടുന്നാണ് പ്രസംഗം തുടങ്ങി അവിടെ പോകും, അവിടുന്ന് പോയി ഇങ്ങനെ നടന്നിട്ടാ. എന്നിട്ടോ അദ്ദേഹം പ്രസംഗിച്ചത് പഞ്ചസാരയും നെയ്യും കൂട്ടി ഇടയ്ക്കിടെ സേവിക്കും. അത് വേറെയും സേവിക്കും. നിങ്ങൾ ചിന്തിക്കുന്നത് ഡെപ്പിയിലുള്ളത് കടാര കൊണ്ട് വന്നു, പിന്നെ പഞ്ചസാരയും നെയ്യും തേനും ഒക്കെ പടം കുറിച്ച് അത് വേറെയുണ്ട്. പിന്നെ എപ്പോഴാണ് ഇയാൾ ഇത് പ്രസംഗിക്കുന്നത് എനിക്കറിയില്ല. കഴിഞ്ഞിട്ടില്ല, തീറ്റ തുടങ്ങുന്നുള്ളൂ. അങ്ങനെ ഇയാളുടെ പരിപാടി എന്താ? അല്ല, ഇതിന്റെ പേരിൽ മതം മാറിയതാണെങ്കിലേ നമ്മൾ ചിന്തിക്കാൻ വേണ്ടി പറയാം. മാംസം ഹാജിക്ക് ഇഷ്ടപ്പെട്ട ആഹാരമായിരുന്നു. ഒരു ദിവസം അവിടുത്തെ അധികാരിയോട് ഹാജി കാട്ടിയിറച്ചി കിട്ടുമോ എന്ന് അന്വേഷിച്ചു. കാട്ടിയിറച്ചി കിട്ടുമോ ചോദിച്ചു. അതിന് വന്നപ്പോഴേ നമ്മക്കൊക്കെ ഏറിയ എന്താ കിട്ടിയ അവിടെയുള്ള അറക്കാനായി കൗത്ത് കാഴ്ച ഒരു കോഴിയെ, ആ കോഴിന്റെ അങ്ങനെ ഏറിയപ്പോ അതുണ്ടാകാം. അങ്ങനെ പക്ഷെ ഇയാൾക്ക് അതൊന്നും പോലെ, ഇയാൾക്ക് കാട്ടിയിറച്ചി തന്നെ കിട്ടണം. ഉടനെ തന്നെ അധികാരി വെടിവെച്ച് കാട്ടിയിറച്ചി കൊണ്ടുവരാൻ കാട്ടിലേക്ക് ആളയച്ചു. കാരണം മുജാഹിദ് പണ്ഡിതനല്ലേ, ഖുർആൻ ക്ലാസ് എടുക്കാൻ വന്ന ആളല്ലേ, അത് മാംസം ചോദിച്ചാൽ കൊടുക്കാതിരിക്കാൻ പറ്റൂലല്ലോ. അത് കൊടുത്തു. കുറെ കഴിഞ്ഞ് കാട്ടിയിറച്ചി ലഭിക്കുകയും ഹാജി ഇഷ്ടം പോലെ സന്തോഷത്തോടെ തിന്നുകയും ചെയ്തു. ഇങ്ങനെയാണ് ഹാജിന്റെ പരിപാടി. വാങ്ങിന്റെ വരുന്ന മുമ്പ് നല്ല തീറ്റ. ഇത് മുമ്പ് തിന്നണം, പിന്നെ കാട്ടിയിറച്ചി വേറെയും തിന്നണം. നിങ്ങൾ ചിന്തിക്കണം. പിന്നെയാണ് സ്റ്റേജിൽ നിന്നുള്ള ലേഹം തീറ്റ കടാര കൊണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഉപ്പഞ്ചാരിയും ഒക്കെ പാടെ കുഴമ്പിയത് അത് വേറെ. എവിടേക്കാണ് ഇതൊക്കെ കയറ്റി വിടുന്നതാ നമുക്കറിയാം. കഴിഞ്ഞിട്ടില്ല. ഇത് നിങ്ങൾക്കറിയോ? ഹാജി പരുഷമായ ഭാഷ സംസാരിക്കാതെ ഒരിക്കൽ ഉമർ കുട്ടി ഹാജി അദ്ദേഹത്തോട് പറഞ്ഞു. ആരോട്? ഈ വെട്ടം അബ്ദുള്ള ഹാജിയോട് പറഞ്ഞു, ഹാജി നിങ്ങളെ ഈ സംസാര ശൈലി ശരിയല്ല, ഭയങ്കര ഈർഷ്യതയിലും പരുഷ സ്വഭാവത്തിലോ സംസാരിക്കുന്നത്.
ഹാജി പരുഷമായ ഭാഷ സംസാരിക്കാതെ പ്രസംഗിച്ചിരുന്നെങ്കിൽ കുറെ കൂടി നന്നാകുമായിരുന്നു. നല്ല ഭാഷ പറഞ്ഞാൽ നന്നായിരുന്നു. പ്രസംഗത്തിന്റെ മഹത്വം വർദ്ധിക്കുന്നു. അത് ആജിയർ കേട്ടപ്പോ ആജിയർ ചോദ്യം, ആജി എന്ന് പറഞ്ഞാൽ മുജാഹിദ് നേതാവ് വെട്ടം അബ്ദുള്ള ഹാജി, ഇത് ഹാജിയല്ല, ഇതൊരു ഓല മൗലവിയാ, ഹാജി എന്ന പേരിൽ അറിയപ്പെടുന്നു. ഹാജി അത് കേട്ടു പറഞ്ഞു, ശരി എന്നാ ഞാൻ ചീത്ത പറയില്ല. ചീത്ത പറയില്ലെങ്കിൽ നീ എന്തു തരും? അയാളിന് ഞാൻ ചീത്ത പറഞ്ഞെങ്കിൽ എന്താ കൈമണക്ക് തരാതെ ഉമ്മറെ വിഷയം അപ്പോഴും കണ്ണങ്ങത്താ പോക്കണങ്ങള്. അപ്പൊ ഉമർ കുട്ടിയാജി മറുപടി, ഹാജിക്ക് എന്താ വേണ്ടത്? അപ്പൊ ഹാജിയുടെ മറുപടി, പൂളയും ഇറച്ചി കൂട്ടാനും തന്നാൽ ഞാൻ ഇന്ന് അപ്രകാരം പറയില്ല. അങ്ങനെ ഇറച്ചിയും പുളി, ഇയാളെ ചീത്ത സഹിക്കാൻ വയ്യാതെ ഇറച്ചിയും പൂളിയും വെച്ചു കൊടുത്തു എന്നാ പറഞ്ഞു. നോക്കിങ്ങൾ മുജാഹിദിന്റെ ബുക്ക് ഒയാളെ പോലീസ പറയാണ്. നിങ്ങൾ ചിന്തിക്കണം സഹോദരന്മാരെ, അങ്ങനെ എത്ര രീതിയിൽ പറയാനുണ്ടെന്ന് അറിയോ നിങ്ങൾ? ഈ മുജാഹിദ് മൗലവിമാര് കണ്ടോ, ഒരിക്കൽ ഇടവണ്ണയിൽ ഹാജി പ്രസംഗിക്കുകയും ഒന്ന് കേട്ടോ നിങ്ങൾ, അതിനിടയിൽ അല്പനേരത്തേക്ക് പ്രസംഗം നിർത്തി കുറച്ചു പാല് കുടിക്കാൻ വേണ്ടി. അത് നമ്മൾ നേരത്തെ പറഞ്ഞതിൽ പെടാത്തതാ. ലേഹത്തിന്റെ പുറമെ മറ്റേ പല്ലൊക്കെ പാട് വിരകിയാൽ അത് വേറെ, പാല് പിന്നെ വേറെയാണ്. അപ്പൊ ഒരുപാട് കലങ്ങൾ ഇപ്പോൾ അങ്ങനെ വെക്കേണ്ടി വരും. നമ്മളൊക്കെ പ്രസംഗിക്കുമ്പോ കിതാബാ കൊടുത്തു നോക്കാൻ, മൂപ്പര് കൊടുക്കുമ്പോ കലകളും ഡപ്പങ്ങളും തന്നെ നിരത്തി വെക്കേണ്ടി വരും. എന്നിട്ട് കുറച്ച് പാൽ കുടിക്കാൻ പറ്റും. അപ്പോൾ ഐതറുമല്ലാത്ത കുറച്ച് ബൈത്തുകൾ പാടാൻ തുടങ്ങി. നല്ല ആശയങ്ങളായിരുന്നു ആ ബൈത്തുകളുടെ ഉള്ളടക്കം. അപ്പോൾ ഹാജി പാലിന്റെ ഗ്ലാസ് മൊല്ലാക്കാക്ക് നീട്ടിങ്ങനെ കൊടുത്തു. ഐതറുമല്ലാക്കാന്റെ പാട്ട് കേട്ടപ്പോൾ ഇതിങ്ങനെ നീട്ടിക്കൊടുത്തു. ഗ്ലാസ് വാങ്ങാനായി മൊല്ലാക്ക് അങ്ങനെ അരിഞ്ഞു വന്നു. അതൊരു പാലിട്ടല്ലോ, അന്നത്തെ കാലല്ലേ, വലിയ കാര്യത്തിന് മുമ്പ് ആ പാല് കുടിക്കാൻ വേണ്ടി ഇങ്ങോട്ട് വാങ്ങിയപ്പോ ആജി കൊടുത്തതുമില്ല. ആജി അപ്പൊ കൊടുത്തില്ല, ഇങ്ങോട്ട് വലിച്ചു. എന്നിട്ട് എന്ത് ചെയ്തു? ഒറ്റ വലിക്ക് പാല് മുഴുവനും കുടിച്ചു തീർക്കുകയും ചെയ്തു. ഒറ്റ വലിക്ക് അയാളങ്ങനെ പൂതിപ്പെടുത്തിയിട്ടാണോ വിളിച്ചോടത്തിന് ചൂടില്ലാതെ മാതിരിയുള്ള പരിപാടി. ഇയാള് മുജാഹിദിന്റെ മൗലവി ചെയ്ത തീറ്റന്റെ ബഹുജോറായ രംഗാണ് ഈ പറയുന്നത്. ഇത് കേന്ദ്രം പ്രസിദ്ധീകരിച്ച പുസ്തകമാണെന്ന് നിങ്ങൾ ഓർക്കണം. അതെ, അത് വേറുണ്ട്. ഉമർ മൗലവി ഇയാൾ ഇരുന്ന തൗഹീദ് പഠിച്ചത്. അബൂബക്കർ മൗലവി പറഞ്ഞിട്ടുണ്ടോ ഇയാൾ കത്തിയോണ്ടാ പ്രസംഗിക്കാൻ വരല്? അത് ഇയാളെ വേറെയും മദഹയിൽ പറഞ്ഞിട്ടുണ്ട്. കത്തി ഇയാളെ സ്റ്റേജിലുണ്ടാവുന്ന ആരും ആ വൈക്ക് അടുക്കരുത്. ഇതാണ് സഹോദരന്മാരെ, ഇവിടെ മദഹാണിത്. കണ്ടോ, പൂളയും ഇറച്ചിയുമാണ് ഹാജിയുടെ ഇഷ്ട ആഹാരം. ഒരു ജുസ് മുഴുവനാകുന്ന ദിവസം പൂളയും ഇറച്ചിയും ഉണ്ടാകണമെന്നത് നിർബന്ധമാണ്. എങ്ങനെയുണ്ട്? അപ്പൊ ഒരു ജുസ് ഖുർആൻ ഓതി കഴിയുമ്പോൾ പൂളയും ഇറച്ചിയും കൊടുക്കണം, മൂപ്പര് അടുത്ത വരിയാണ്ട് ഓതൂലാന്നാണ്. ഇവരെ ഖുർആൻ ക്ലാസിന്റെ അവസ്ഥയാണ് ഇത് പറയുന്നത്. ഞാൻ പറയുന്നത് തീറ്റന് ഇതെല്ലാം കൂടി വായിക്കുകയാണെങ്കിൽ നിങ്ങൾ സുബി വരെ ചിരിച്ചു പോകും. ആ ജാതി സംഗതി. മൈലർച്ചിയുടെ കഥയിലുണ്ട്, ഞാൻ പോയി കാണിച്ചു തരാം. വെറുതെ എനിക്ക് നേരമില്ലാത്തതുകൊണ്ടാണ് ഞാൻ അതുകൂടിയും പറയാം. എന്താ, മൈലർച്ചിയെ പറ്റി ഇയാളോട് ചോദിച്ചു. ആരോട്? അബ്ദുള്ളാജി എന്ന കൂട്ടായി അബ്ദുള്ളാജിയോട് ചോദിച്ചു. അല്ല, മൈലർച്ചി തിന്നാൻ പറ്റുമോ ചോദിച്ചു. മൈലർച്ചി എന്നാൽ നമ്മളെ അതനുസരിച്ച് തിന്നാൻ പറ്റൂല, അത് നജസായ വസ്തുവാണ്, തിന്നാൻ പറ്റൂല. അപ്പൊ ഇയാളോട് ഇയാള് സംശയം, ഇയാള് മറുപടി പറയാൻ മൈലർച്ചി തിന്നാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോ മൂപ്പര മറുപടി എന്താ? അത് നിങ്ങളത് എനിക്ക് തന്നു നോക്കിയോ? ആ മറുപടി എങ്ങനെയുണ്ട്? എനിക്കത് തന്നു നോക്കിയോ, എന്നാലേ തിന്നാൻ പറ്റുമോ എന്ന് അറിയുള്ളൂ. അങ്ങനെ മൈലർച്ചി കൊടുത്തൂതാ. നന്നായി തിന്നിട്ട് മൂപ്പര നല്ല കോഴിയുടെ രുചിയാണല്ലോ എന്ന് പറഞ്ഞു. ഇങ്ങനെയാണെങ്കിൽ പന്നിമാംസം കിട്ടിയാൽ പറഞ്ഞില്ല നല്ല ആട്ടിന്റെ രുചിയാകുന്നു എന്ന് പറയില്ല ഇയാള്. ഇവരുടെ പുസ്തകത്തിലുള്ള സംഗതികളാണ് സഹോദരന്മാരെ. തീറ്റയുടെ രാജാവ് അയാൾ. മേൽവാചകത്തിലെ അവസാന വിഡ്ഢിത്തവും കൂടെ കേൾക്കൂ. സലാത്തില്ലാന്ന് പറഞ്ഞു കേട്ടോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ അറിയോ? മൻ സല്ല അലയ്യ വാഹിദത്തൻ, ഒരാൾ എന്റെ പേരിൽ ഒരു സലാത്ത് ചൊല്ലിയാൽ സല്ലല്ലാഹു അലൈഹി ബി അസ്റഹബൻ, 10 നന്മ അള്ളാഹു അനുഗ്രഹമായി നൽകും. ഒരു പ്രാവശ്യം നബിന്റെ പേരിൽ സലാത്തില്ല. ഇനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അൽ ബഖീലു മൻ ദുഖിറത ഇൻദഹു ഫലം യുസല്ലി അലയ്യ, ഒരു ആളുടെ പേരിൽ എന്റെ പേര് ഒരാളുടെ മുമ്പിൽ പറഞ്ഞിട്ട് അവൻ സലാത്ത് ചൊല്ലിയിട്ടില്ലെങ്കിൽ അവൻ പിശുക്കനാണ്. ഇനി എന്താ കേൾക്കേണ്ടത്? ഇനി ഞങ്ങൾക്കൊന്നും കേൾക്കേണ്ടതില്ല. എങ്കിലും ലോകത്തുള്ള ഏറ്റവും വലിയ പിശുക്കൻ ആരാണെന്ന് നിങ്ങളൊന്ന് കേട്ടാലും. മൗലവിന്റെ നാവിനെ പറയുന്നു. പക്ഷെ അവിടെ ഒരു രസമുണ്ട്. എന്താ രസം എന്നറിയോ? 48 പ്രാവശ്യം ആ മൗലവി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേര് പ്രസംഗത്തിൽ പറഞ്ഞു. 4 മിനിറ്റ് കൊണ്ട് 48 പ്രാവശ്യം. ഒരൊറ്റ പ്രാവശ്യം സലാത്ത് ചൊല്ലിപ്പോയില്ല കേട്ടോ. റസൂല്, നബി, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനത്തെ എല്ലാ വാചകവും പറഞ്ഞിട്ടും ഒരു സലാത്ത് മൗലവിയിൽ 48 പ്രാവശ്യം 4 മിനിറ്റ് കൊണ്ട് പറഞ്ഞു. ഞാനത് അയാളെ നാട്ടിൽ പോയി പ്രസംഗിക്കുമ്പോൾ കേൾപ്പിച്ചിട്ടുണ്ട്. എന്നിട്ട് അയാൾ എന്നെ പറയുന്നത്, നബിയുടെ പേരിൽ സലാത്ത് ചെല്ലാത്തവൻ ബഖീലാണ്, അവൻ തൊലയട്ടെ. അതും ഞാൻ പിന്നെ കേൾപ്പിച്ചു തരാം. ആദ്യം നിങ്ങൾ കേൾക്കുന്നത് 48
പ്രാവശ്യം നബിന്റെ പേര്. അതിന്റെ ഇടക്കാണ് അയാൾ മാണിക്കക്കല്ല് എന്ന് പറഞ്ഞത്. മാണിക്കക്കല്ല് കാണിക്കട്ടെ പോയി കാണിക്കുന്നത്. മാണിക്കക്കല്ല് എന്ന് നബീനെ സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളെ സംബന്ധിച്ച് ആവർത്തിച്ച് പറയും. അപ്പൊ നിങ്ങൾ ചോദിക്കും, ചിലപ്പം പ്രസംഗിക്കുമ്പോ ഒക്കെ ഇടയ്ക്ക് സ്വലാത്ത് നമ്മളോട് വിട്ടു, ഒന്നും രണ്ടൊക്കെ പ്രാവശ്യം വിട്ടു സാധാരണയാണ്. പക്ഷെ അങ്ങനെ കുറഞ്ഞുകൊണ്ടാച്ചില്ല നമ്മൾ അവസാനം 10 സ്വലാത്തും ചൊല്ലി നിർത്തുന്നത്. കാരണം വേണമെങ്കിൽ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അത് വൈകിട്ടോട്ടെ ഇവർക്കിട്ടത് പറ്റില്ലല്ലോ. അപ്പോ ഓരോ 48 ഒരു പ്രാവശ്യം 2 പ്രാവശ്യം 10 പ്രാവശ്യം അതിന്റെ തിരക്കളായിരുന്നു. ഒരൊറ്റ അച്ഛന് 42 പ്രാവശ്യം. ഒന്ന് എണ്ണിക്കോളി, നിങ്ങൾ വേണേ ഒന്ന് എണീറ്റ് നിന്നോളി, എന്നിട്ട് ഒന്ന് കേട്ടോളി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പുകഴ്ത്തിയിട്ടാ പറയുന്നത്. മാണിക്കക്കല്ല് ഇത് മൗലവി പറയുമ്പോൾ ശരിക്കും ശ്രദ്ധിച്ചോ. ഞാൻ ചോദിക്കുന്ന ഈ മൗലവിമാരോട്, ഞങ്ങളെ കൊണ്ട് ഞങ്ങൾ പറഞ്ഞൂടെ നബീനെ മാണിക്കക്കല്ല് നിനക്ക് കല്ലാക്കി വെക്കുവാനെ? ആദർശത്തിന് വേണ്ടിയല്ലേ നമ്മൾ ജീവിക്കുന്നത്? ആ റസൂലുള്ളാഹിനെ സ്നേഹിക്കാനല്ലേ റസൂൽ നമ്മളോട് പറഞ്ഞത്? ഞാൻ അവന് പ്രിയങ്കരനാകുന്നത് വരെ അവന്റെ മാതാപിതാക്കളെക്കാൾ, മക്കളെക്കാൾ, അതുപോലെ തന്നെ ലോകത്തുള്ള മറ്റെല്ലാവരെക്കാളും എന്നെ സ്നേഹിക്കുന്നത് വരെ നിങ്ങളിൽ ഒരാൾ മുഅ്മിനായി തീരുന്നതല്ല. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞതല്ലേ? ആ റസൂലുള്ളാഹിയുടെ സ്വഭാവം സ്വീകരിക്കുന്ന ആളുകളല്ലേ? അല്ലാഹുവിന്റെ റസൂലിനെ സംബന്ധിച്ചിടത്തോളം അല്ലാഹുവിന്റെ റസൂൽ നമ്മളോട് ഏതൊരു കാര്യത്തിലും അവിടുന്ന് എല്ലാ സ്വഭാവവും തികഞ്ഞൊരു വ്യക്തിത്വമായിരുന്നല്ലോ. അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വഭാവം ഖുർആനായിരുന്നു. ആ ഖുർആനിൽ പറഞ്ഞ എല്ലാ ആശയങ്ങളും റസൂലുള്ളാഹിയുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. അവിടുന്ന് മിസാലുൽ ഫദായിലി, എല്ലാ ശ്രേഷ്ഠതകൾക്കും അവിടുന്ന് മാതൃകയായിരുന്നു, ഉദാഹരണമായിരുന്നു. ഈ ലോകത്തിന്റെ മുഴുവൻ വെളിച്ചം കാണിക്കാൻ ആ റസൂലുള്ളാഹിയാകുന്ന സൂര്യന്റെ പ്രഭയ്ക്ക് സാധിച്ചിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്ന, ഗ്രഹിപ്പിക്കുന്ന, റസൂലുള്ളാഹിയുടെ ആദർശത്തിന് വേണ്ടി നിലകൊള്ളുന്ന മുജാഹിദ് പ്രസ്ഥാനത്തെയോ അതിന്റെ പ്രവർത്തകന്മാരെയോ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി നിങ്ങൾ കാളാ എന്ന് റസൂലുള്ളാഹിനെ ഞങ്ങൾ വിളിച്ചു എന്ന് പറഞ്ഞിട്ടില്ലേ? പച്ചക്കള്ളമാ നിങ്ങളാ പറഞ്ഞത് എന്ന് ഓർമ്മപ്പെടുത്തുന്നു സുഹൃത്തുക്കളെ. ഇത് നിങ്ങൾ കൃത്യമായി പഠിച്ചു വെച്ചോ. ഇയാൾ എന്താ പറഞ്ഞത്? അള്ളാഹുവിന്റെ റസൂലിനെ പറ്റി നമ്മൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? അള്ളാഹുവിന്റെ റസൂലിനെ കണ്ടപ്പോ തക്ബീർ ചൊല്ലി എന്ന് പറഞ്ഞില്ലേ? റസൂലുള്ളാഹിനെ കാണുമ്പോ റസൂലിനെ വരുമ്പോഴൊക്കെ അവർ തക്ബീർ ചൊല്ലിയെന്നോ സഹാബത്ത്? ഞാനെന്താ അങ്ങനെ പറയാൻ കാരണം? അള്ളാഹുവിന്റെ റസൂല് വരുമ്പോഴൊക്കെ നിങ്ങൾ തക്ബീർ ചൊല്ലണമെന്നും നബിയെ കാണുമ്പോൾ എഴുന്നേറ്റ് നിൽക്കണമെന്ന് നബി ഒരിക്കലും ആശിച്ചിട്ടില്ല. മാത്രമല്ല അള്ളാഹുവിന്റെ റസൂല് വരുമ്പോ എഴുന്നേറ്റ് നിൽക്കുന്നത് റസൂലുള്ളാഹിക്ക് വെറുപ്പായിരുന്നു. റസൂലുള്ള അതിൽ അനിഷ്ടം പ്രകടിപ്പിച്ചിട്ടുണ്ട്. നിങ്ങൾ അമുസ്ലിമീങ്ങൾ അവരുടെ രാജാവിനെ കാണുമ്പോൾ എഴുന്നേറ്റ് നിന്ന് ബഹുമാനിക്കുന്നത് പോലെ നിങ്ങളെന്നെ അങ്ങനെ നിന്ന് ബഹുമാനിക്കല്ല എന്ന് അല്ലാഹുവിന്റെ റസൂല് വിനയം കാണിച്ചിട്ടുണ്ട്. അത്രത്തോളം വിനയത്തിന്റെ ഉടമയാണ് റസൂലുള്ളാഹ്. അല്ലാഹുവിന്റെ റസൂലിന്റെ വിനയം നോക്കൂ, റസൂലുള്ളാഹിയുടെ വിനയം നോക്കൂ. റസൂലെന്ന ഈ ലോകം കണ്ട ഏറ്റവും വലിയ മുത്തുമാണിക്കല്ല് അസ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹ്. ആ റസൂലുള്ളാഹി അങ്ങ് കയറി വരുമ്പോ എഴുന്നേൽക്കുന്നത് റസൂലുള്ളാഹി ഇഷ്ടപ്പെട്ടിട്ടില്ല. അല്ലാഹുവിന്റെ റസൂൽ ഒരു മജ്‌ലിസിലിരിക്കുമ്പോ, റസൂലൊരു മജ്‌ലിസിലിരിക്കുന്ന നേരത്ത് ഏതാണ് റസൂലെന്ന് തിരിച്ചറിയാൻ പോലും കഴിയാതെ ഒരു ജാടയും കാണിക്കാത്ത മുത്തുമാണിക്കല്ല് മുഹമ്മദ് റസൂലുള്ളാഹ്. ആ റസൂലുള്ളാഹിനെ കാണാനും സംസാരിക്കാനും വേണ്ടി വിദേശ രാജ്യത്ത് നിന്ന് ആളുകൾ വരുമ്പോ മുഹമ്മദ് റസൂലുള്ളാഹിനെ ഒന്ന് കാണണം, അവിടുത്തോട് 2 വാക്ക് സംസാരിക്കണം, അവിടുത്തിൽ നിന്നൊന്ന് ദീന് പഠിക്കണം എന്ന് വിചാരിച്ചുകൊണ്ട് റസൂലുള്ളാഹിയുടെ അരികിൽ വിദേശ പ്രതിനിധികൾ വരുമ്പോ റസൂലുള്ളാഹിയും സഹാബത്തും ഒരുമിച്ചിരിക്കുന്ന മജ്‌ലിസിൽ വെച്ച് ആരംഭ റസൂല് ആരാണെന്ന് തിരിച്ചറിയാൻ പോലും വന്ന വിദേശ പ്രതിനിധിക്ക് സാധിക്കാതായതുകൊണ്ട്, കാരണം അവിടെ വേഷത്തിൽ ജാടയില്ല, ഇരിപ്പിൽ ജാടയില്ല, ആളുകളുടെ മുമ്പിൽ ജാടയുടെ കാട്ടിക്കൂട്ടലുകളില്ല. മുഹമ്മദ് റസൂലുള്ളാഹ് അവരിൽ ഒരുവനായി വിനയത്തോടുകൂടി ആ സദസ്സിലിരിക്കുന്നത് കൊണ്ട് ഏതാണ് മുഹമ്മദ് എന്ന് വരുന്ന വ്യക്തികൾ ചോദിച്ച് മനസ്സിലാക്കാറായിരുന്ന പതിവ്. മന്നീക്കും മുഹമ്മദ്, മന്നീക്കും മുഹമ്മദ്, നിങ്ങളുടെ കൂട്ടത്തിൽ മുഹമ്മദ് ആരാണ് നിങ്ങളുടെ കൂട്ടത്തിലെ മുഹമ്മദ് ജനങ്ങളെ എന്ന് സ്വഹാബത്തിരിക്കുന്ന മജ്‌ലിസിൽ വന്നുകൊണ്ട് വിദേശത്ത് നിന്ന് വരുന്ന പ്രതിനിധികൾ ചോദിക്കാൻ മാത്രം വിനയത്തോടെ മുഹമ്മദ് റസൂലുള്ളാഹി ജാടയുടെ ആളല്ല, നിങ്ങൾ ജാടയാണ് കാണിക്കാറുള്ളത്. എത്ര പ്രാവശ്യം? 48 പ്രാവശ്യം അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം പേര് പറഞ്ഞു. ഒറ്റ പ്രാവശ്യം സലാത്തിയില്ല. അതിനിടയ്ക്ക് പറഞ്ഞെന്താ? എഴുന്നേറ്റ് നിൽക്കാൻ പാടില്ല എന്ന് നബി പറഞ്ഞിരിക്കുന്നു.
ആ ഹദീസ് വൈഫല്ലേ മൗലവി? വൈഫ് അറിയില്ലല്ലോ നിങ്ങൾക്ക്, സഹിയല്ലേ പറ്റുള്ളൂ. അത് വൈഫാണെന്ന് ഫത്തുകാരിയിലില്ലേ? ഈ വൈഫ് എടുത്ത് നടക്കാനാവും നബിസല്ലല്ലാഹു നിങ്ങൾ ബഹുമാനിച്ചുകൊണ്ട് വിളിച്ചിട്ടേ വൈഫായ ഹദീസ് നടക്കാൻ. പിന്നെ കാളാന്ന് പറഞ്ഞു അല്ലേ? നിങ്ങൾ പറഞ്ഞില്ലേ തക്ബീർ ചെയ്യുന്നൊരു കാളിനെ കാണുമ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരുമ്പോ സഹാബത്ത് തക്ബീർ ചൊല്ലിയിട്ടില്ലേ? അതിന്റെ തെളിവൊക്കെ ഞാൻ നാളാവത്ത് പറഞ്ഞപ്പോ ഞാൻ ചോദിച്ചു നിങ്ങൾ കാളാന്ന് പറഞ്ഞ ആരെയാണ്? ഇവിടുന്ന് പറഞ്ഞില്ലേ നിങ്ങൾ കാളനെ കാണുമ്പോലെ പോത്തിനെ കാണുമ്പോൾ തക്ബീർ ചൊല്ലും? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരുമ്പോ സഹാബത്ത് തക്ബീർ ചൊല്ലില്ലേ? അല്ലാഹു അക്ബർ ജാഅ മുഹമ്മദ്, അല്ലാഹു അക്ബർ ജാഅ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലേ? 48 പ്രാവശ്യം പറഞ്ഞിട്ട് ഒരു സ്ഥലത്തിൽ ചങ്ങാതി പറഞ്ഞോട്ടോ. ഒരിക്കൽ പറഞ്ഞ് സൂര്യൻ, ഒരിക്കൽ പറഞ്ഞ് മുത്ത് മാണിക്കക്കല്ലു 2 പ്രാവശ്യം. നിങ്ങൾ നബീനെ മാണിക്കക്കല്ലാക്കി ഞങ്ങൾക്കും പറഞ്ഞൂടെ? നബിക്കല്ല ഞങ്ങൾ മയിലാക്കി കൊയ്യാക്കിയില്ലല്ലേ നിങ്ങൾ പറഞ്ഞത്? നിങ്ങൾ മാണിക്ക കല്ലാക്കിയില്ലേ? ജീവൻ കൂടില്ലാത്ത കല്ലു അങ്ങനെയുണ്ടോ? അത് ആലങ്കാരികമായി പറയുന്നില്ലേ? എന്തേ ഇവർക്ക് ഇങ്ങനെ പോയത്? ഒരു ബുദ്ധി എവിടെ പോയത്? എന്നാ സലാത്ത് ചെല്ലാത്ത മൗലവി ഉണ്ടല്ലോ, ആ മൗലവിന്റെ അവസ്ഥ എന്താണ്? അയാൾ എന്നൊന്ന് പറയട്ടെ. ഇതിനേക്കാണ് രസമുള്ള ഇനി വരാൻ പോകും. എന്റെ പേര് മദീനത്തിൽ പറയുന്നത് കേട്ടിട്ട് എന്റെ പേരിൽ സലാത്ത് ചെല്ലാത്തവൻ ബഹീദ് തന്നെ, ബഹീദ് തന്നെ. പറഞ്ഞിട്ടുണ്ടല്ലോ, സലാത്ത് ചെല്ലാത്തവൻ അവൻ തുലയട്ടെ എന്നർത്ഥം വരുന്ന രൂപത്തിൽ പറഞ്ഞില്ലേ? അവൻ തുലയട്ടെ, അവൻ തുലയട്ടെ, അവൻ തുലയട്ടെ, അവൻ തുലയട്ടെ. അപ്പോ ഈ മൗലവിമാർ കബളിപ്പിക്കുകയാണ്. ഒരു ഉപദേശകന്റെ ശൈലിയുടെയും പദപ്രയോഗങ്ങളുടെയും ബാലപാഠം പോലും അറിയാത്ത മൗലവിമാർ ഒരു പണ്ഡിതന്റെ ഉപദേശത്തെ വളച്ചൊടിക്കുന്നതിലൂടെ പ്രവാചക പ്രകീർത്തനത്തെ ഇല്ലായ്മ ചെയ്യാൻ ശ്രമിക്കുന്നത് നിങ്ങളൊന്ന് കേൾക്കൂ. മദഹി എന്ന പേരും പറഞ്ഞ് ഇവര് കൊണ്ടെടുക്കുന്ന ഈ മൗലീദുകള്, ആതീബുകള്, കുത്തുബിയത്തുകള്, ഹജ്ജാദുകള്, ആ വക ഐറ്റംസ് ഒന്നും മുസ്ലിയാക്കന്മാരെ വിട്ടില്ല. മുസ്ലിയാക്കന്മാരെ വിട്ടില്ല. അല്ലാത്തൊരു കടത്തലുണ്ട്, കർത്തിക്കലുണ്ട്, ഓരോ പണം വാങ്ങാറുണ്ട്. പക്ഷെ ഏതെങ്കിലും ഒരു മുസ്ലിയാരെ വീട്ടിൽ നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ഒരു മൗലീദ് ഇല്ല, കാണൂല. അപ്പൊ വേണമെന്ന് ചോദിച്ചാൽ നിങ്ങളെന്താ എല്ലാ മുസ്ലിയാക്കന്മാരും വീട്ടിലും പോയി നോക്കുകയാണോന്ന്? വേണ്ട, പോയി പരിചയമുള്ളോ പറഞ്ഞോട്ടാ സാക്ഷാത്തിനോട് മുസ്ലിയാര് അയാള് പറയട്ടെ, ശ്രദ്ധിച്ചോളൂ. നിങ്ങൾ ബലം ചെയ്യാത്ത ഞാൻ നിങ്ങൾ എന്താണോ മൗലൂദ് മുസ്ലിയാന്മാര് മൗലൂദ് കഴിക്കണം, ചെറുങ്ങനെങ്കിലും കഴിക്കണം, എന്നാലേ സാധാരണക്കാർ കഴിക്കുള്ളൂ. അതിന് മൊയ്യാമാർ മൗലൂദ് ഒറ്റയും കഴിക്കൂല. പിന്നെ എങ്ങനെ മറ്റുള്ളവർ മൗലൂദ് കഴിക്കുക? പണ്ട് പഠിക്കേണ്ട മൊയ്യാമാരെ കണ്ടിട്ടേ മറ്റുള്ളവർ പഠിക്കേണ്ടത്. അതിന് ആരും നിങ്ങൾ ആദ്യം മൗലൂദ് കഴിക്കണ്ടേ? ഇന്നാരോ എന്നോട് പറഞ്ഞു, ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നു, എന്ത് ബെല്ലടിക്കുമ്പോ അപ്പുറത്ത് സംസാരിക്കാൻ പറ്റുന്നേ ബെല്ല് വെക്കണം വീട്ടിൽ, എന്നാൽ പെണ്ണുങ്ങൾ പുറത്തിറക്കാതെ ഒക്കുന്നു. പിന്നെ എന്നോട് അങ്ങനെ ഇപ്പൊ എല്ലാവർക്കും ബെല്ല് വെക്കാൻ കഴിയോ? മൊയ്യാമാരെല്ലാം വെച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടെന്ന്. ഞാൻ വെച്ചിട്ടുണ്ട്. മറ്റുള്ളവർ ആരും എന്നെ കണ്ടേറ്റം എനിക്കിപ്പോ എല്ലാവരും ബെല്ല് വാങ്ങി കൊടുക്കാൻ കഴിയോ? അപ്പൊ ഞാൻ പറഞ്ഞത് ഓരോരുത്തർ നന്നായാൽ അതായില്ലേ. അപ്പൊ നമ്മളെന്ത് വേണോ? മൗലൂദി നമ്മൾ എങ്ങനെ ആള് കൂടുതൽ വേണ്ട, കൈവനുസരിച്ച് മതി. നമ്മളെ വീട്ടിൽ നിന്ന് റസൂലുള്ളാഹിന്റെ മദ്ഹ് റബീഉൽ അവ്വലായാലൊന്നും ചെല്ലണം. ഒരാളെങ്കിലും വിളിച്ച് ഭക്ഷണം കൊടുക്കണം, ഒറ്റ ഒരാളായാലും തരത്തില്ല. അതിന് വെച്ച് ഭക്ഷണം, സന്തോഷത്തിന് ഭക്ഷണം കൊടുക്കും. മൗലവി, ഇതിൽ നിന്നും താങ്കൾക്ക് മനസ്സിലായത് ഒരു മുസ്ലിയാരുടെ വീട്ടിലും മൗലിദ് കഴിക്കുന്നില്ല എന്നാണെങ്കിൽ, നിങ്ങളുടെ നേതാക്കന്മാരുടെ അഭിപ്രായമനുസരിച്ച് മുഴുവൻ മുജാഹിദ് നേതാക്കളും അണികളും മുശ്രിക്കും കാഫിറും ഒന്നിനും കൊള്ളാത്തവരുമാണെന്നുകൂടെ മനസ്സിലാക്കിയാലും ഓരോ നേതാക്കന്മാരും പറയുന്നത് കേൾക്കൂ. അള്ളാഹുവിൽ ഒരു പങ്കു ചേർക്കുക എന്ന് പറഞ്ഞാൽ വളരെ നിസ്സാരമായ ഒരു കാര്യത്തിൽ പോലും, ഉദാഹരണം പറഞ്ഞാൽ ശിർക്ക് വെക്കുന്ന ഒരു അംശം, ഞാനൊരു വീടുണ്ടാക്കിയെന്ന് സങ്കല്പിക്കുക. ഞാൻ പറയുന്നു, ഇവിടെ താമസിച്ചതിന് ശേഷം എനിക്കെന്താണ് അറിഞ്ഞൂടാ, ഒരു പ്രയാസം, ശിർക്കാണ്. എനിക്ക് ഈ കുട്ടി ഉണ്ടായപ്പോൾ എന്താണെന്ന് അറിഞ്ഞൂടാ, വല്ലാത്ത പ്രയാസം. മറ്റേ കുട്ടി ഉണ്ടായപ്പോൾ എന്താണെന്ന് അറിഞ്ഞൂടാ, വലിയ സന്തോഷം. ഇതില്ലാത്ത ആരെങ്കിലും ഈ കൂട്ടത്തിലുണ്ടോ? ഇപ്പം വലിയ മുജാഹിദായെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ, വലിയ മുജാഹിദാണ് ഇപ്പൊ നമുക്കുണ്ട് ഈ സഭയിൽ ഉണ്ട്. കൊല്യായുൽ കാഫിറൂൻ എന്ന ഖുർആനിലെ 109-ാമത്തെ അധ്യായത്തെ കുറിച്ച് ആലോചിച്ചിട്ടുണ്ടെങ്കിൽ, കാഫിർ എന്ന് പറഞ്ഞ ആരാ? നമ്മൾ സാധാരണ മനസ്സിലാക്കുന്നത് മീമോ കാഫോ എന്ന് ചോദിക്കും. നമ്മൾ മീമോ കാഫോ, സത്യത്തിൽ ചോദിക്കുന്നവരായിരിക്കും കാഫ്, മറ്റോ മീമോ ആയിരിക്കും. ഇവിടെ ഹൈന്ദവ സഹോദരങ്ങളെ, ക്രിസ്ത്യാനികളൊക്കെയാണ് നമ്മൾ എന്താ പറയാ, കാഫ്, നമ്മൾ മീമ്. അങ്ങ് കേൾക്കണോ, ആരാ യഥാർത്ഥത്തിൽ മീമ് കാഫ്?
നമ്മളാണ് കാഫ്, അവരോ മീമ്. നമ്മളാണ് കാഫ്, അവരോ മീമ്. താടി വളർത്തൽ ഫർളാണെന്നാ സെലഫി പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്. മനസ്സിലായില്ലേ? താടി വളർത്തി സെലഫി ആകണോ? താടി വളർത്തണം. താടി വളർത്താൻ മീശ വെട്ടുക. അത് റസൂൽ പഠിപ്പിച്ചാണ് സഹാബത്ത് കാണിക്കുന്നത്. 4 മദ്ഹബിലും അത് വിരോധിക്കപ്പെട്ട കാര്യമാണ്. മദ്ഹബി പണ്ഡിതന്മാർക്ക് അത് ഹറാമാണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഈ റമളാൻ മാസത്തിലെങ്കിൽ അതൊന്ന് നിർത്തിക്കൂടെ കൂട്ടരെ. തെറ്റുകളൊന്ന് ഖേദിച്ചു മടങ്ങുന്ന മാസല്ലേ ഈ താടി പഠിക്കാന്നുള്ള തെറ്റെന്ന് ഞാനൊന്ന് ഖേദിച്ചു മടങ്ങട്ടെ തീരുമാനിച്ചൂടെ? അന്ന് വലിച്ചൂടെ? രാവിലെ അത് ചരണ്ടീച്ച പള്ളിക്കൊക്കെ വരിക അല്ലേ? വെള്ളിയാഴ്ച അത് ചരണ്ടീച്ച ജുമയ്ക്ക് പോവുക. എത്ര മൂത്തോലിക്ക് അത് തീരെ മനസ്സിലാത്ത്, എത്ര മൂത്തോലിക്ക് അത് തീരെ മനസ്സിലാത്ത്. ചെറുപ്പക്കാർക്ക് എത്ര വലിയ മടിയില്ല ഇപ്പൊ താടി വളർത്താം. കുറച്ച് പ്രായം കൂടി 45-50 കഴിഞ്ഞോൽക്ക വളർത്താൻ ഭയങ്കര മടി. എന്താണ് എനിക്ക് മനസ്സിലാവുന്നില്ല. അത് നിരത്തിയാണ്, അത് തലയിൽ നിരത്തിയുള്ളോ? അതെന്താ പഠിച്ചാത്ത? രാവിലെ പോയി പഠിച്ചോളി, പൈസ ചെലവാവൂലേ? പെണ്ണുങ്ങളെ ഏൽപ്പിച്ചാൽ മതി, ഓൾക്കൊരു ഡ്യൂട്ടി ആയിക്കോട്ടെ. പിറ്റേനെ തല വരണ്ടത് എന്നെ നിരച്ചോണ്ട് നീക്ക നിരച്ചു. അതെന്താ അങ്ങനെ പഠിച്ചാത്ത? അതില്ല താടി, നിങ്ങളെ താടി ഒക്കെ നിരത്തി നിങ്ങൾ പഠിച്ചാൽ ഓള് പറഞ്ഞു ഓളപ്പം പോകേണ്ടി വരും നരകത്തേക്ക്. ഇവിടേക്കായി പോണത് എന്തിനങ്ങനത്തെ ഇടങ്ങേറായി ഇതിൽ നിൽക്കുന്നത്? ഒന്നുകിലും മുസ്ലിമായി ജീവിക്കുക, അല്ലെങ്കിൽ കാഫറാൻ സമ്മതിച്ച് പുറത്തു പോവുക, അല്ലെങ്കിൽ കാഫറാൻ സമ്മതിച്ച് പുറത്തു പോവുക. ആരെ നിങ്ങളെ പിടിച്ചിവിടെ? ജനാധിപത്യ രാജ്യം പൊയ്ക്കോളി, കൊല്ലൊന്നുമില്ല. ഇസ്ലാമിക ഗവൺമെന്റ് ഉള്ള കാര്യമാതിരി കൊല്ലൊന്നുമില്ല. പോകാം. മുർത്തതായ കൊല്ലും ഇസ്ലാമിക ഗവൺമെന്റ് ഉണ്ടെങ്കിൽ. ഇവിടെ കൊല്ലൊന്നുമില്ലല്ലോ, ജനാധിപത്യല്ലേ. അതുകൊണ്ട് സുഹൃത്തെ, മുസ്ലിം ആകുകയാണെങ്കിൽ മുസ്ലിമിന്റെ രൂപത്തിലും ഭാവത്തിലൊക്കെ ജീവിക്കണം. പണ്ടത്തെ കാരണന്മാരുണ്ട്, പറ്റിന്റെ കോലം കെട്ടിയൊന്ന് കുരക്കലും വേണ്ടത്. ഇന്നമാതിരി മുസ്ലിമാന്ന് പറഞ്ഞാൽ അതിന്റെ കോലം ജയിലൊക്കെ വേണം, നടപ്പിലും വിരിപ്പിലും പെരുമാറ്റത്തിലൊക്കെ. സെലഫി എന്ന് പറഞ്ഞാൽ പോരാ, സെലഫി ആകണം. മനസ്സിലായില്ലേ? ഞാനും കേന്ദ്രം എന്താ കേന്ദ്രമായത്? അത് മറ്റവരൊക്കെ അപ്പുറത്ത്, അപ്പൊ ഞാൻ അപ്പുറത്ത്. ആ ജാതി ഇവിടെ വേണ്ട. കേന്ദ്രം പറയുന്ന ആദർശം ഉൾക്കൊണ്ടോ മതി ഇതില്. അല്ലാത്തവരെ കൊണ്ട് ഫിത്തന ഇനി ഉണ്ടാവും, ഒരു സംശയമല്ല. മനസ്സിലായില്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അത് അപ്പൊ താടി വെക്കലും സുന്നത്തല്ലേ ഉള്ളൂ. സുന്നത്ത് പറഞ്ഞെന്താ? എടുത്താ കൂലുണ്ട്, ഒഴിച്ചാ കുറ്റല്ല. അപ്പൊ താടി വെച്ചവർക്ക് അതിന്റെ കൂലിട്ടും വെക്കാത്തവർക്ക് അതിന്റെ ശിക്ഷ ദൈവായി, വെച്ചാത്തവർക്ക് ശിക്ഷ ഉണ്ടാവൂല. അങ്ങനെയല്ലേ? അല്ല, വുജൂബാണത്. താടി വളർത്തിന്റെ ഹുക്കുമെന്താ? നിർബന്ധം. അതുകൊണ്ടാണ് താടി വടിക്കുന്നതിന്റെ ഹുക്കുമെന്താന്ന് ചോദിച്ചാൽ സെലഫി പണ്ഡിതന്മാരൊക്കെ പറഞ്ഞിട്ടുള്ളത് ഹറാമാണ്. സെലഫികൾക്ക് മുഴുവനും ഹറാമാണ്. ഇത് നമ്മളെ ആളുകൾക്കാണ് കേറുന്നില്ല. മക്കത്ത് പോയി ഹജ്ജ് ചെയ്തു വന്നവരും കൂടി താടി വടി നിർത്തിയിട്ടില്ല, പഠിച്ചുകൊണ്ടേയിരിക്കാണ്. എല്ലാ രാജ്യന്മാരും മക്കത്തുനിന്ന് ഓരോന്നിനെ പിടിച്ച് സത്യം ചെയ്യിക്കുന്നു. എന്നാലും കാണാം ഇവിടെ വരുമ്പോ പഠിച്ചു പഠിപ്പിക്കാൻ നടക്കണം. എന്തൊരു കഷ്ടാണിത്. ആരെയും നമ്മൾ നന്നാക്കാൻ പോണേ? നമ്മൾ നന്നാകണം ആദ്യം. ആരെയും നമ്മൾ നന്നാക്കാൻ പോണേ? നമ്മൾ നന്നാകണം ആദ്യം. മനസ്സിലായില്ലേ? പല പ്രാവശ്യം പറഞ്ഞിട്ടും നമ്മളെ ഈ പള്ളിയിൽ വരുന്ന പെണ്ണുങ്ങൾ പോലും ഇപ്പോഴും ചുരിദാറിട്ട് വരിക, ബാഗിൽ നിക്കാർക്കുപ്പായിട്ട് വരിക, പുറത്തിറങ്ങിയിട്ടാ നിക്കാർക്കുപ്പായ ഇട്ടിട്ട് പഴയ ചുരിദാറുമ്പോ പോവുക. ഈ സ്വഭാവമൊക്കെ ഇവിടെ ഇപ്പോഴും നിലനിൽക്കുന്നു എന്നാണ് പെണ്ണുങ്ങൾ പറയുന്നത്. എന്താണ് ഈ ഖുത്ബയൊക്കെ കേട്ടിട്ട് കാര്യം? എന്തിനാ ഖുത്ബ മലയാളത്തിലാക്കിയത്? മൗലിദ് കഴിക്കാത്ത ചില മുസ്ലിയാക്കന്മാരെ പേരോടുസ്താദ് ഉപദേശിച്ചപ്പോൾ ഒരു മുസ്ലിയാരും മൗലിദ് കഴിക്കാറില്ല എന്ന് കണ്ടെത്തിയ ഇതുവരെ പറഞ്ഞ മൗലവിമാരുടെ ഉപദേശത്തിൽ നിന്നും നിങ്ങൾക്ക് മനസ്സിലായതോ മുഴുവൻ മുജാഹിദ് പ്രവർത്തകരും നേതാക്കന്മാരും കാഫിറും മുശ്രിക്കും ഒന്നിനും കൊള്ളാത്തവരുമാണെന്നാണോ? എവിടെയെങ്കിലും ഒന്ന് വിശദീകരിച്ചാലും. മാത്രവുമല്ല, പേരോടുസ്താദ് അവിടെ പറയുന്നതോ ഒറ്റ മുസ്ലിയാരും മൗലിദ് കഴിക്കാറില്ല എന്നല്ല, മറിച്ചോ മൗലിദ് ഒറ്റയും കഴിക്കാറില്ല എന്നാണോ? അതിന് ഒരാമാരും ഒരു ഒറ്റയും കേൾക്കൂല, പിന്നെ എങ്ങനെ ഒരാ മറ്റുള്ളവർ പോലും വയ്ക്കുക? അതിന് ഒരാമാരും ഒരു ഒറ്റയും കേൾക്കൂല, പിന്നെ എങ്ങനെ ഒരാ മറ്റുള്ളവർ പോലും വയ്ക്കുക? ഇനി അങ്ങനെ പറഞ്ഞുവെന്ന് വെച്ചാൽ തന്നെ എന്താണ് കുഴപ്പം? പരിശുദ്ധ ഖുർആനിൽ ഇത്തരം പ്രയോഗങ്ങൾ ധാരാളമായി വരുന്നത് നമുക്ക് കാണാം. ഉദാഹരണമായി സൂറത്തുൽ കഹ്ഫിലെ 79-ാമത്തെ വചനം, വകാന വറാഅഹും യഅഖുദു കുല്ല സഫീനത്തിൻ ഗസ്ബ, അവരുടെ പിറകെ എല്ലാ കപ്പലും ബലാത്കാരമായി പിടിച്ചെടുക്കുന്ന ഒരു രാജാവുണ്ടായിരുന്നു. ഈ ആയത്തിന്റെ ബാഹ്യാർത്ഥം എല്ലാ കപ്പലുകളെയും പിടിച്ചെടുക്കുന്നു എന്നാണെങ്കിലും മുഴുവൻ മുഫസ്സിറുകളും അവിടെ വിശദീകരിക്കുന്നത് കപ്പലുകളിൽ നിന്നും നല്ലത് മാത്രമെന്നാണോ? മലയാളത്തിൽ തന്നെ ഇത്രമാത്രം വഞ്ചന നടത്തുന്നവർ കിതാബുകളിൽ ഇവർ നടത്തുന്ന തിരുമറി എത്രമാത്രമായിരിക്കും? ഇനി കേൾക്കൂ,
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സുന്നിയാണെന്ന പരമസത്യം അറിയാതെ പറഞ്ഞുപോയ ബാലുശ്ശേരിക്കാരൻ മൗലവിയെ അപ്പുറവും ഇപ്പുറവും കാണിച്ചോ ന്യായീകരിക്കാൻ ശ്രമിക്കുന്ന അരമൗലവി ഇതാ ഒന്നുകൂടി വെട്ടിൽ വീഴുന്നത് നിങ്ങൾ ശ്രദ്ധിക്കൂ. ബാലുശ്ശേരി തന്നെ പറയട്ടെ, അതിന്റെ യാഥാർത്ഥ്യം നിങ്ങൾ ശ്രദ്ധിക്കുക. കല്യാണ ഭവനത്തിലേക്ക് മഹാരഥനായ പ്രവാചക ചക്രവർത്തി മുഹമ്മദ് മുസ്തഫ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെല്ലുകയാണ്. അപ്പൊ അവിടെ ഒരു വിരിപ്പിട്ട് കൊടുത്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ വിരിപ്പിലിരുന്നു. അപ്പൊ കുട്ടികൾ അവിടുന്ന് പാട്ട് പാടിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ വഫീനാ നബിയ്യുൻ യഅലമു മാ ഫീ ഗദിൻ, നാളെയുടെ കാര്യമറിയുന്ന ആളാണ് ഈ പ്രവാചകൻ എന്ന് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറ്റി ആ കുട്ടികൾ പാടി. സത്യത്തിൽ നിങ്ങൾ ആലോചിച്ച് നോക്ക്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു വഹാബിയ അല്ലല്ലോ, അല്ലേ? അല്ലല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സുന്നിയായിരുന്നു. ഞാൻ ആ അഭിപ്രായക്കാരനാണ്. ഞങ്ങളൊക്കെ സുന്നിയാ. പക്ഷെ ഞങ്ങൾ സുന്നി സെന്റർ എന്ന് പേരിടാത്തത് കള്ളനാണയം ഉള്ളത് കൊണ്ടാണ്. സുന്നി സെന്റർ എന്ന പേരിൽ കള്ളനാണയം ഉള്ളത് കൊണ്ടാണ് സുന്നി സെന്റർ എന്ന് പേരിടാത്തത്. അല്ലെ ഞങ്ങൾ പേരിടുക സുന്നി സെന്റർ എന്നാണ്. സാക്ഷാൽ സുന്നികൾ ഞങ്ങളാണ്. ഓ അരമൗലവി, നിങ്ങൾ തന്നെ പറയൂ, ആരാണ് സുന്നി എന്നോ? സുന്നി എന്ന സുന്നത്തുമായി ബന്ധമുള്ളവന്ന, ഒരു സുന്നത്തുമായി ബന്ധമില്ലാത്ത എല്ലാ വിധത്തും ചെയ്യുന്നതാണ് ഞാൻ സുന്നാന്ന് പേരിട്ട് പറഞ്ഞതിന് ബാക്കിയുള്ളത് എന്ത് വെച്ചു? എന്നാൽ വഹാബി പുരോഹിതവർഗത്തിന്റെ സുന്നത്തുമായുള്ള ബന്ധം എത്രത്തോളമാണെന്നതിലേക്ക് ഒരെത്തിനോട്ടം നടത്തുകയാണിവിടെ. നിങ്ങൾ കേട്ടിട്ടുണ്ടോ സഹോദരന്മാരെ, നുണ ചിലപ്പോൾ മനുഷ്യന്മാരൊക്കെ മുജാഹിദുകളും പലരും പറയും. എന്നാലും നുണ പറയൽ മത്സരം നടത്തുക എന്ന ഒരു സംഗതി അത് ലോകത്ത് നമ്മൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? എത്ര പ്രസ്ഥാനങ്ങളുണ്ട് നമ്മളെ മതമില്ലാത്തവരും യുക്തിവാദ പ്രസ്ഥാനങ്ങൾ വരെയുണ്ട്. ഇവരാരെങ്കിലും ഒരു നുണ പറയൽ മത്സരം നടത്തി നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? എന്നാ അത് കേട്ടോളി. ലോക ചരിത്രത്തിൽ അത് നടത്തിയത് ഖുർആനിന്റെയും സുന്നത്തിന്റെയും ആകത്തുകയാണ് ഞങ്ങൾ എന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തുന്ന മുജാഹിദുകളാണ് സഹോദരന്മാരെ നുണ പറയൽ മത്സരം നടത്തിയത്. നുണ പറയൽ മത്സരം എന്തായിരുന്നു? ഞാൻ വായിക്കാം. ഞങ്ങളുടെ ക്യാമ്പുകളിൽ അത് പറയണം, നുണ പറയൽ മത്സരങ്ങൾ തന്നെ നടന്നിരുന്നു. ഇത് മുജാഹിദ് മൗലവിന് പറയാ, ഞങ്ങളതിൽ പങ്കെടുത്തിരുന്നു. ആർക്കും നോക്കാം, മലയാളല്ലേ, ആർക്കും വന്ന് നോക്കാം. വിദ്വേഷത്തോടെ എന്നെ നോക്കുന്ന ആളുകൾക്കും വന്ന് നോക്കാം. തിരിച്ചു തരണം എന്നുള്ളൊരു വ്യവസ്ഥ മാത്രമേ ഉള്ളൂ. അത് പറയുന്നു, ഞങ്ങളുടെ ക്യാമ്പുകളിൽ നുണ പറയൽ മത്സരങ്ങൾ തന്നെ നടന്നിരുന്നു. 1996 ഡിസംബറിൽ മേപ്പയ്യൂർ സ്കൂളിൽ അസ്ഗർ അലി മൗലവി, പി.ടി. ബീരാൻകുട്ടി സുല്ലമി, അലി മൗലവി പത്തനാപുരം എന്നിവരുടെ നേതൃത്വത്തിൽ തെരഞ്ഞെടുക്കപ്പെട്ട 100ഓളം BC പ്രവർത്തകന്മാരുടെ രഹസ്യയോഗം നടന്നു. അതിൽ എടത്തനാട്ടുകര മഹല്ലിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട 4-ൽ ഞാൻ. നോക്ക് നിങ്ങൾ, എടത്തനാട്ടുകര മഹല്ലിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട 4-ൽ ഞാൻ. എന്നിട്ട് അദ്ദേഹം പറയും, പ്രസന്നവേഷം, മിമിക്രി, കയറിൽ തൂങ്ങിയുള്ള കയറ്റം, നുണ പറയൽ മത്സരം മുതലായവ ആ ക്യാമ്പിൽ വെച്ച് നടന്നു. എന്തൊക്കെയാ നടന്നത്? ഒന്ന്, പ്രസന്നവേഷം, ഖുർആനും സുന്നത്തും അനുസരിച്ചുള്ള ഒരു മത്സരമാണിത്, മനസ്സിലാക്കണം. പ്രസന്നവേഷം. പിന്നെ മിമിക്രി. ഖുർആനും സുന്നത്തിലെ സൂറത്തുൽ ബഖറയിൽ അള്ളാഹു കാര്യമായിട്ട് പറഞ്ഞൊരു വിഷയമാണല്ലോ മിമിക്രി നടത്തുന്ന കാര്യം, നിങ്ങൾക്ക് അറിയില്ലേ? ആ മിമിക്രി. വേറൊന്നാണ് കയറിൽ തൂങ്ങിയുള്ള കയറ്റം. കയറിൽ തൂങ്ങിയുള്ള ഇറക്കാണെങ്കിൽ ആത്മഹത്യ ചെയ്യാൻ വേണ്ടി പഠിപ്പിക്കുന്നതിനും കയറിൽ തൂങ്ങിയുള്ള കയറ്റം എന്തിനു വേണ്ടിയാണ് നിങ്ങൾ ചിന്തിച്ചോളി. കയറിൽ തൂങ്ങിയിട്ടുള്ള കയറ്റം എന്തിനു വേണ്ടിയാണ് ഞാൻ പറയുന്നത്, ഞങ്ങൾ ചിന്തിച്ചാൽ പറ്റാം സഹോദരന്മാരെ. എന്നിട്ട് കയറിൽ തൂങ്ങിയുള്ള കയറ്റം, നുണ പറയൽ മത്സരം, നുണ പറയൽ മത്സരം മുതലായവ ആ ക്യാമ്പിൽ വെച്ച് നടന്നു. അത് ഇസ്ലാമികമാണോ, നമുക്ക് ചേർന്നതാണോ എന്ന ചോദ്യങ്ങൾക്ക് ആവശ്യമായി വരും എന്നാണ് അസ്ഗർ അലി മൗലവി മറുപടി പറഞ്ഞത്. ഒക്കെ നമുക്ക് ആവശ്യമായിട്ട് വരും. നമുക്കിത് ഇസ്ലാമികമാണോ എന്ന് കുട്ടികൾ ചോദിക്കുകയാണ് മൗലവിമാർ. അവരാകെ നമുക്ക് ആവശ്യമായിട്ട് വരും, അയാൾ നടത്തിക്കോളിയും. ഇയാളെ ഇന്റർവ്യൂവിൽ കാണാൻ ഇയാൾ പറഞ്ഞു സഹാബത്തൊക്കെ നുണ പറയൽ മത്സരം നടത്തിയിട്ടുണ്ട്. സഹാബത്തിനെ പറ്റി നുണ പറയാം, നുണ പറ ആകെ ഒരു നുണ. എന്നിട്ട് കേൾക്കൂ നിങ്ങൾ, ഇയാൾ പറയുന്നു ഏതായാലും അന്നത്തെ നുണ പറയൽ മത്സരത്തിൽ 1ാം സ്ഥാനം എനിക്കും. ഇയാൾ പറയാ 1ാം സ്ഥാനം കിട്ടിയത് എനിക്കാണ്. 2ാം സ്ഥാനം പിരിച്ചുവിടപ്പെട്ട ISMന്റെ ഇന്നത്തെ സ്റ്റേറ്റ് ട്രഷറർ NM ജലീൽ മാസ്റ്റർക്കുമാണ് ലഭിച്ചത്. മുജാഹിദ് നേതാവാനുള്ള യോഗ്യത ഇതൊക്കെ. നുണ പറയൽ മത്സരത്തിൽ 1ാം സ്ഥാനം നേടുക, 2ാം സ്ഥാനം നേടുക, എന്നാൽ സ്റ്റേറ്റ് ട്രഷറർ, സ്റ്റേറ്റ് സെക്രട്ടറി. ഈ ജലീൽ മാസ്റ്റർ ഇപ്പൊ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആണെന്നാണ് എന്റെ ഓർമ്മ. അങ്ങനെ വലിയ വലിയ നേതാക്കളാവാനുള്ള യോഗ്യത നുണ പറയൽ മത്സരത്തിൽ 1ഉം 2ഉം സ്ഥാനം നേടുക. നോക്കണേ നിങ്ങൾ. എന്നിട്ടോ മത്സര വിജയി എന്ന നിലക്ക് ഇയാൾ പറയാ, മത്സര വിജയി എന്ന നിലക്ക് 5 റെക്സോണ സോപ്പും സോപ്പ് പെട്ടി
പെട്ടികളും കിട്ടി. എങ്ങനെയുണ്ട്? റബീഉൽ അവ്വലിന്റെ കുട്ടികൾ പാട്ടും പ്രസംഗം നടത്തിയിട്ട് നമ്മൾ പ്ലേറ്റ് കൊടുക്കുക, സോപ്പും പെട്ടി കൊടുക്കുക എന്ന മാതിരി ഈ കാക്കാക്ക് നമ്മൾ മത്സരം കൊടുത്ത് എന്താ കൊടുത്തത് നിങ്ങൾ? 5 ലക്ഷോളം സോപ്പും പെട്ടികളുമാണ്. എങ്ങനെയുണ്ട് മത്സരം? ആ മത്സരത്തിൽ കിട്ടിയ സമ്മാനം. എന്നിട്ട് അയാൾ പറയുന്നു, സ്വരം മാറ്റി ഫോണിലൂടെ സംസാരിച്ച് തെറ്റിദ്ധാരണയുണ്ടാക്കാൻ തക്ക ഭാഗത്തിൽ മിമിക്രി പരിശീലനവും നടന്നു. അതിലും എനിക്ക് സമ്മാനം കിട്ടിയിരുന്നു. ഇയാൾ മഹാവില്ലനാണ്. എല്ലാവരും ഇയാൾ എന്താ പ്രതിഭയാണ് ഇയാൾ. എല്ലാവരും ഫസ്റ്റ് റാങ്ക് ഇയാൾക്ക്. അതിന്റെ വിശദീകരണം ഉണ്ട് റഷീദിന്റെ. കൂടി കൂട്ടികൾ മനസ്സിലാക്കാം. ഇതൊന്നും മനസ്സിലാക്കേണ്ട വിഷയമാണ്. ഈ മുജാഹിദ് പ്രസ്ഥാനം എന്ന് പറഞ്ഞാല് ഇതിലൊരു വിഷയം കൂടി നിങ്ങൾ മനസ്സിലാക്കാനുള്ളത്, ഇതിന്റെ മുമ്പ് തർത്തീവ് പ്രകാരം ഈ വിഷയം അവർ അവതരിപ്പിക്കുന്നുണ്ട്. അതും കൂടി കേട്ടോളി. ഈ മുജാഹിദ് ചില ആളുകൾക്ക് ധാരണ, മാന്യനാകാൻ മുജാഹിദൊക്കെ ആകണം, അങ്ങനെയൊക്കെ ഒരു ധാരണ ഉണ്ടല്ലോ. ഇത് മുജാഹിദ് ടൈംസ്, നമുക്ക് പണ്ട് സുന്നി ടൈംസ് ഉണ്ടായിരുന്നു. ഇതും കൂടി ഒന്ന് മുജാഹിദീങ്ങൾ ഓർക്കുന്ന നല്ലതാ. റാത്തീബ് വേണ്ട, മൗലിദ് വേണ്ട, ഹദ്ദാദ് വേണ്ട, പിന്നെ എന്ത് വേണം അതും കൂടി കേട്ടോളി. ഈ ക്ലാസ് കഴിഞ്ഞാൽ കൂടുതൽ വിശദീകരിക്കണ്ടല്ലോ. പിന്നെ ക്ലാസ് തുടങ്ങി. ഇവിടെ അവരങ്ങനെ ഒരുമിച്ച് കൂടി ഇത് ക്ലാസ് തുടങ്ങി. ഞങ്ങളെ സദാ നിരീക്ഷിക്കാൻ പ്രത്യേകം ആളുകളെ തയ്യാറാക്കിയിരുന്നു. ഉറക്കം തൂങ്ങുന്നവർക്ക് തക്ക ശിക്ഷ ലഭിച്ചിരുന്നു. എന്താ ശിക്ഷ? സ്കൂളിന്റെ കുന്നിൻ മുകളിൽ നിന്ന് താഴേക്കും തിരിച്ചും 7 പ്രാവശ്യം ഓടണം. ഒന്ന് തൂങ്ങിയാൽ 7 വട്ടം ഓടണം. അത്ര വലിയ ശിക്ഷ കൊടുത്താലേ ഇവരെന്നെ പഠിക്കുന്നു, ഉൽക്കന്നെ അറിയാം. അതുകൊണ്ട് ആ 7 വട്ടം ഓടിച്ചത്. കേൾക്കണമെങ്കിൽ മുജാഹിദീന്റെ സംസ്കാരം തീർന്നില്ല. ഞാനും ഒരു പ്രാവശ്യം അത് ഏൽക്കേണ്ടി വന്നു. എന്നിട്ട് പരിപാടി എന്തൊക്കെയാന്നുള്ളത് കുറെ വേറെയുണ്ട്. മിമിക്രിയും മോണോ ആക്ടും മാത്രമല്ല, ഇതിന് മുമ്പ് നടന്ന കുറെ വിഷയങ്ങൾ തർത്തീബായിട്ട് ഇതിലൂടെ നിങ്ങൾ കേട്ടോളി. പിന്നീട് കരാട്ടെ പ്രദർശനവും അവിടെ നിന്ന് ആരംഭിക്കുന്ന ക്ലാസ്. മുജാഹിദീങ്ങൾ കൊണ്ട് കോലൊക്കെ മാറ്റി ആ ട്രൗസർ കൊണ്ട് കൊടുത്തിട്ട് പിന്നെ കരാട്ടെ തുടങ്ങി. ഇപ്പൊ നിങ്ങൾ കരാട്ടെ തുടങ്ങുകയാണ്. അങ്ങനെ ഇടയ്ക്ക് പോലീസ് വേഷത്തിൽ ഒരാൾ പ്രത്യക്ഷപ്പെട്ടു. അത് എന്റെ കൂടെ വന്ന സംഘത്തിൽപ്പെട്ട ആളായിരുന്നു. പലരും അദ്ദേഹത്തെ കണ്ട് ഭയപ്പെട്ടു. കാരണം കൂടെ പാലക്കാട്ടുനിന്ന് ഈ ബസിന്റെ സീറ്റിൽ തൊട്ടടുത്തിരുന്ന ആള് സദസ്സിലെത്തിയപ്പോ പോലീസ് സാഹിബിനെ പേടിക്കാതിരിക്കോ? എന്നിട്ടോ ശേഷം കേൾക്കണേ, ശേഷം നിങ്ങൾ വിചാരിക്കൊരു അശറക്ക ജല്ലീന, അതൊന്നുമല്ല അവിടെ നടന്നത്. പിന്നെന്താ നടന്നത്? ബ്രൂസ് ലീയുടെയും ജാക്കി ചാന്റെയും സിനിമാ പ്രദർശനം കുറച്ചു നേരം കാണിച്ചു തന്നു. കേട്ടോ, റാത്തീബല്ല, ഹദ്ദാദല്ല, മൗലിദല്ല, മുജാഹിദിന്റെ തൗഹീദിന്റെ ധീര പോരാളികൾ ഒരുമിച്ച് കൂടിയ ക്യാമ്പിൽ വെച്ച് നടക്കുന്ന പരിപാടി. എന്താ പരിപാടി? ബ്രൂസ് ലീയുടെയും ജാക്കി ചാന്റെയും സിനിമാ പ്രദർശനം കുറച്ചു നേരം കാണിച്ചു തന്നു. മൂപ്പരെ വിളിക്കാത്തോണ്ട് മൂപ്പർക്ക് പറ്റി വലിയ ഓർമ്മ ഉണ്ടാവില്ല, അതാ ചോദിക്കുന്നത്. അപ്പോ പിന്നെന്താ പറഞ്ഞാൽ അറിയോ? പിന്നെ പറയാം, പിന്നെ ആരും ഉറങ്ങിയില്ല. എങ്ങനെയുണ്ട് പരിപാടി? കിട്ടിയപ്പോ മൗലവിമാര് പിന്നെ ഉറങ്ങിയില്ല. ഇനി കേട്ടോ, അതിനുശേഷം ക്യാമ്പിൽ പ്രവർത്തകരുടെ സർഗവാസന പ്രകടമാക്കുന്ന വേദിയുണ്ടായിരുന്നു. ആർക്കും ഏത് പാട്ടും പാടാം. സിനിമാ പാട്ടോ മുസ്ലിം ഗാനങ്ങളോ എന്തും പാടാം. അപ്പൊ ഒരാൾ എഴുന്നേറ്റ് ബദരീങ്ങളെ മധു പാടി ഞങ്ങൾ വിചാരിക്കുന്നത് അല്ലല്ല. പിന്നെന്താ അവിടെ നടന്നത്? എന്റെ കൂട്ടുകാരൻ വയലാറിന്റെ മധുര മനോഹരമായ പ്രണയഗാനം ആലപിച്ചു. ഇയാൾ പറയാൻ, എന്റെ കൂട്ടുകാരൻ വയലാറിന്റെ മധുര മനോഹരമായ പ്രണയഗാനം ആലപിച്ചു. പിന്നീട് തർത്തീബ് പ്രകാരം പിന്നീട് മിമിക്രി, മോണോ ആക്ട്, ശേഷം നുണ പറയൽ മത്സരം നടന്നു. കണ്ടോ? ഈ തർത്തീബ് പ്രകാരം ഇതിൽ വിശദീകരിച്ചു നിങ്ങൾക്ക് കാണാം. എല്ലാവരും ആവേശത്തോടെ പരിപാടിയിൽ പങ്കെടുത്തു. അപ്പൊ നമ്മൾ മൗലിദ് ഓതൽ വേണ്ട, റാത്തീബ് വേണ്ട, ഹദ്ദാദ് വേണ്ട, പിന്നെ അതിന് പകരം സ്ഥാപിക്കേണ്ട സംസ്കാരം എന്താ? ഈ ബ്രൂസ് ലീയുടെയും അതുപോലെ വയലാറിന്റെയും സംസ്കാരം. ഇതും കൂടെ നിങ്ങൾ ഈ സമൂഹത്തിൽ നിന്ന് പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്തോളൂ എന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്. സാക്ഷാൽ സുന്നികൾ ഞങ്ങളാൽ പേരിൽ ഞങ്ങൾ സുന്നിയുണ്ട്. പേരിൽ സുന്നി ഉണ്ടായിട്ട് സുന്നിയാകുമോ? യഥാർത്ഥത്തിൽ പേരിലല്ല വേണ്ടത്. പേരിലുണ്ടായി, പേരിൽ ഇപ്പൊ എന്തൊക്കെ പേരിടലുണ്ട്? ആ പേരും ആളുമായിട്ട് വല്ല ബന്ധം ഉണ്ടായാലുണ്ടോ? കളവ് പറയൽ സൽക്കർമ്മമായി കാണുന്ന മൗലവിമാർ മഹാനായ സുഫിയാനു സൗരി റളിയല്ലാഹു അൻഹുവിന്റെ മേൽ ഒരു ഹിമാലയൻ നുണ ചാർത്തുന്നത് കാണൂ.